ധ്യാനത്തിനുതകുന്ന 3 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന നല്ല അധ്യാപകൻ പകർന്നു തരുന്ന ആത്മീയ ദൂതുകളെ, ആലോചനകളെ, പഠന വിചാരങ്ങളെ നിരുപാധികം ഏറ്റെടുത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വർധനവുണ്ടാകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. വാക്യഭാഗങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ 3 വേദഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായ 3 ആത്മീക ചിന്തകൾ, ദൈവശാസ്ത്ര സമ്പുഷ്ടമായ 3 ആത്മീക ആലോചനകളെ സമഞ്ജസമായി സമ്മേളിപ്പിക്കുവാനാണ് ഈ രാത്രി എൻ്റെ പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1, മഹാദൈവം. 2, ആ മഹാദൈവം ഒരുക്കിയ മഹാരക്ഷ. 3, ആ മഹാരക്ഷ പ്രാപിച്ച സകല രക്ഷിത ഗണത്തിൻ്റെയും മഹാപ്രത്യാശ. അപ്പം മഹാദൈവം, മഹാരക്ഷ, മഹാപ്രത്യാശ, ഈ 3 കാര്യങ്ങളെ തുടർന്നുള്ള അല്പസമയം കേൾക്കാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അതൊക്കെ ഒരു തണുത്ത കല്ലിലയാണ്. എങ്ങാണ്ടൂടെ പോയ മഴ നനഞ്ഞ പോലൊരു പ്രകൃതമായിപ്പോയി. ഇത്രയും മഹാകാര്യം 3 പറഞ്ഞിട്ട് ഇങ്ങനൊരു ഹല്ലേലിയാവുമ്പോൾ അത് വലിയ സുഖമുള്ള കാര്യമല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. മഹാദൈവം, സാധാ ദൈവമല്ല, മഹാദൈവം. സാധാ രക്ഷയല്ല, മഹാരക്ഷ. സാധാ പ്രത്യാശയല്ല, മഹാപ്രത്യാശ. ഈ 3 കാര്യങ്ങളെ ദൈവാത്മാവ് സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ അന്തരാത്മാവിന് കരുത്തു പകരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു നല്ല ഹല്ലേലിയ പറഞ്ഞേ. ഈ ആത്മീക സമ്മേളനങ്ങളുടെ സമാപന രാത്രിയിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ രക്തച്ചുവയുള്ള ഉത്തമവും ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവുമായ തിരുവചന ചിന്തകൾ, സനാതന വചനത്തിൻ്റെ പ്രഘോഷണം നിർവഹിക്കേണ്ടതിന് എനിക്ക് ലബ്ധമായ ഈ അനുഗ്രഹിത നിമിഷങ്ങൾ സാധ്യമാക്കി തന്ന സർവകൃപാലുവും പരമകാരുണികനുമായ കർത്താവിൻ്റെ പാദങ്ങളിൽ സകല മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും ആരാധനയും സ്തോത്രവും ഞാൻ ആദരവോടെ ആദ്യമേ അർപ്പണം ചെയ്യുകയാണ്. ഇങ്ങനെയൊരു സമ്മേളനത്തിൽ അവിചാരിതമായിട്ടാണ്, ചില ദിവസങ്ങൾക്കകത്താണ് എനിക്ക് ജോയിൻ ചെയ്യുവാനുള്ള അവസരം ഒത്തുവരുന്നത്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ രാജേഷ് ഒട്ടനവധി വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അദ്ദേഹം ഗായക സംഘത്തിന് പാട്ടുകൾക്കുചിതമായ നറേഷൻ പറയാനുള്ള വേദികളിൽ ഒത്തിരിയെടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട് ഏറിയ കാലങ്ങളായി. ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ വന്നേ പറ്റൂ എന്ന് ശക്തമായി അദ്ദേഹം എന്നെ നിർബന്ധിച്ചപ്പോൾ ചില ക്രമീകരണങ്ങൾ വരുത്തി ഇവിടെ എത്താൻ എനിക്ക് അവസരമുണ്ടായി. അതിന് എന്നെ ഓർത്ത് ഈ പ്രഭാഷകരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുവാൻ, ലോകമാദരിക്കുന്ന പകരം വയ്ക്കാനില്ലാത്ത നിലയിൽ പ്രസംഗവേദികളിൽ ദൈവം തനത് നിലയിൽ ഉപയോഗിക്കുന്ന, നമ്മളൊക്കെ വളരെ താല്പര്യത്തോടെ കേൾക്കാൻ കൊതിക്കുന്ന പാസ്റ്റർ ലാസർ വി മാത്യുവിന് പകരം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ അധിക പ്രസംഗം അധികപ്പറ്റാന്ന് എനിക്കറിയാം. പക്ഷെ നിർവാഹമില്ലാത്തത് കൊണ്ടും അവരുടെ നിർബന്ധത്തിനു കൊണ്ടും ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹത്തിന് പകരം എന്നെ വിളിക്കാൻ തോന്നിയ പാസ്റ്റർ രാജേഷിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കൺവെൻഷൻ സംഘാടകരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം, അഭിമാനം തോന്നുന്നു. ഇത്രയേറെ ജനാവലിയോട് എനിക്ക് തോന്നുന്നു പകുതിയിൽ കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ആ പ്രസംഗിക്കുന്നതെന്നുള്ള കാര്യം. പാസ്റ്റർ ലാസർ വി മാത്യുവിനെ കേൾക്കാനും വേണ്ടിയാണ് പലരും വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ ചിലരെ വസ്തുത അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയുമധികം ആളുകൾ അങ്ങ് ദൂരെ നിന്നൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി പാസ്റ്റർ രാജേഷിനോടും അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിലെ ജനാവലിയോടുമുള്ള പ്രത്യേക വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ചർച്ച് ഓഫ് ഗാഡ് ഇൻ ഫെലോഷിപ്പ് എന്ന അനുഗ്രഹീതമായ സന്നദ്ധ സംഘടനയുടെ, അനുഗ്രഹീത പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ
ആത്മീയ വചനങ്ങളിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാതെ വളരെ കരുത്തോടുകൂടെ ഏറിയ കാലങ്ങളായി സാക്ഷ്യം സൂക്ഷിച്ച് നിരപവാദ്യമായി ആക്ഷേപരഹിതമായി നിലകൊള്ളുന്ന ഈ അനുഗ്രഹിത പ്രസ്ഥാനത്തിൻ്റെ യോഗങ്ങളിൽ പലതിലും നിൽക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതിന് സാരഥ്യം വഹിക്കേണ്ടതിന് ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച് നാളുകൾക്ക് മുമ്പ് നിയോഗിച്ച് ആ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, ഇരുത്തം വന്നിട്ടുള്ളൊരാത്മീയ നേതാവ്, ജീവിതം പ്രസംഗമാക്കി മാറ്റിയ, പ്രസംഗം ജീവിതമാക്കി മാറ്റിയ അനുഷേദ്യ നേതാവ് കർത്താവിൻ്റെ വലിയദാസൻ ചാക്കോ സാറ് നമ്മോടൊപ്പം, ഞങ്ങളോടൊപ്പം ഈ വേദിയിലുണ്ടെന്നുള്ളത് വളരെ സന്തോഷമാണ്. വലിയ അഭിമാനത്തോടെ ഞാൻ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. കർത്തൃ ശുശ്രൂഷയിൽ പെന്തക്കോസ്തിൻ്റെ തനത് സംസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന നേതൃത്വ നിരയിൽ നിൽക്കുന്നവരോടൊപ്പം നിൽക്കുക, അതൊരു വലിയ അഭിമാനമാണ്. മറ്റു കർത്തൃദാസന്മാർ പലരുണ്ട്. അനവധി യോഗങ്ങൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നതിന് ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ള പാസ്റ്റർ ഷെണായി അടക്കമുള്ള ഒട്ടനവധി ദൈവദാസന്മാർ സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ യോഗം പ്രൊസീഡ് ചെയ്യുന്ന പാസ്റ്റർ ഡേവിഡ്, അദ്ദേഹത്തോടുള്ള വന്ദനം ഞാൻ അറിയിക്കുകയാണ്. വന്നു ചേർന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ, ശബ്ദപരിധിക്കുള്ളിൽ അങ്ങുമിങ്ങും വീടുകളിലും വീഥികളിലും ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യശ്രോതാക്കളെയും ലൗകിക രക്ഷകനും ഏകനാഥനും ഏകകർത്താവും ഏക അവതാരവും ഏക മധ്യസ്ഥനും ഏക ആരാധ്യനുമൊക്കെയായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ആദരവുകളും വന്ദനങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഓൺലൈനിൽ നിരവധി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം. അവരെ എല്ലാവരെയും ക്രിസ്തുവിൽ ആദരവ് അറിയിക്കുന്നു. അത് നന്നായി ചെയ്യുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവനും ഞാൻ എൻ്റെ ആദരവുകൾ അറിയിക്കുകയാണ്. ഒരുപടി നല്ല ഗാനങ്ങൾ നന്നായി ആലപിച്ചുകൊണ്ട് ഈ യോഗങ്ങളെ ധന്യമാക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തോടുള്ള വന്ദനം അറിയിക്കുകയാണ്. എല്ലാവരും എൻ്റെ സ്നേഹിതരാണ്. അവരുമായിട്ടൊക്കെ ഒത്തിരി വേദികളിൽ നിൽക്കാൻ പലപ്പോഴും പലയിടത്തും അവസരമുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ അതിന് ഭാഗ്യമുണ്ടായതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സംഗീത ഉപകരണങ്ങളൊക്കെ തനത് നിലയിൽ മീട്ടുവാൻ, അവർ മീട്ടുന്ന താളത്തിനനുസാരമായി കണ്ടനാളത്തിലൂടെ യേശുവിൻ്റെ അപദാനങ്ങളെ വാഴ്ത്തിപ്പാടാൻ ദൈവം കണ്ടനാളത്തിൽ തൊട്ടുവിട്ട് അഭിഷേകം കൊടുത്തുവിട്ട് ഗായകരും കലാകാരന്മാരും ഒരുമിച്ച് ചേരുന്ന ഈ 3 സന്ധ്യകളും നമുക്ക് സംഗീത സാന്ദ്രമായിരുന്നു. ദൈവം ധാരാളമായി അവരെ ആശീർവദിക്കട്ടെ. ഓരോ പാട്ടിനുമിടയിൽ ദൈവശാസ്ത്ര സമ്പുഷ്ടമായ ആശയഗതികളിലേക്ക് നമ്മെ നയിച്ച പാസ്റ്റർ രാജേഷ്, അദ്ദേഹത്തിന് ദൈവം ഏൽപ്പിച്ചൊരു മഹനീയ ശുശ്രൂഷയാണത്. അതൊക്കെ അദ്ദേഹം നന്നായി ചെയ്യുന്നു. അതെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സമയം ഒത്തിരി വൈകിട്ടുണ്ട്. എന്നോട് പാസ്റ്റർ രാജേഷ് പറഞ്ഞത്, സാറേ നേരത്തെ വരാമെങ്കിൽ നേരത്തെ പ്രസംഗിക്കാൻ തരാം. അത് കേട്ടോണ്ട് ഞാൻ മണ്ടൻ 6 മണിക്ക് എവിടെ എത്തി. എന്നെ പോലൊരു മണ്ടൻ വേറെ ഉണ്ടോ? 6 മണിക്ക് എവിടെ എത്തി. 2 മണിക്കൂർ കഴിഞ്ഞ മൈക്ക് എനിക്ക് തരിക. ഇനി ഇതെപ്പോൾ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് നമ്മൾ തമ്മിൽ തീരുമാനിക്കണം. പ്രൈസല്ലോ. അല്പം നീണ്ടുപോയാൽ സന്തോഷമാണോ? വിഷമമില്ലല്ലോ. അഥവാ വിഷമം ഉണ്ടെങ്കിൽ നാളെ വരണ്ട ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിൽ നമുക്ക് മുൻപോട്ട് പോകാം. എൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ കെ.എം. കുരുവിള ഇവറുകൾ ഈ യോഗത്തിലുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ മാറിയിരിക്കുക. അദ്ദേഹം വേദിയിലൊക്കെ ഇരിക്കേണ്ട ആളാണ്. ഞങ്ങൾക്കൊരു ഫെലോഷിപ്പുണ്ട്. അടുത്ത ദിവസം നാളെ രാവിലെ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ക്ലാസ് 670 മറ്റുമാണ്. കൊറോണ തുടങ്ങിയപ്പോൾ മുതൽ തുടർമാനമായി പൗലോസിൻ്റെ ലേഖനങ്ങളെ പഠിച്ചു വരികയാണ്. പദാനുപദ പഠനം. അത് ഇന്ത്യയുടെ അപ്പോൾ തന്നെ അമേരിക്ക, UK അങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് കയറുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാരുടെ ഒരു വലിയ സംഗമമാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള 1 മണിക്കൂർ നേരം പൗലോസിൻ്റെ ലേഖനങ്ങളുടെ പദങ്ങൾ ഓരോന്നും ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് പഠിച്ചു വരികയാണ്. ഞങ്ങളിപ്പോൾ തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. ചില ചിന്തകളുടെ അതിൽ ബാക്കിയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളത് ചിന്തിക്കുന്നു. അതിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പാസ്റ്റർ കെ.എം. കുരുവിള, അടുത്ത അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പാസ്റ്റർ. ഞങ്ങൾക്കൊരു സംഗമമുണ്ട് അടുത്ത മെയ് 2-3 തീയതികളിൽ. ഒരു പൊതു മീറ്റിംഗ്, രാത്രി ഒരു മിനി കൺവെൻഷൻ എന്ന പോലൊക്കെ നടത്തി പകൽ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സംഗമവും വചനപഠനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയുള്ള ബോധവൽക്കരണ സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട്. ആ ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്കിവിടെ അടുത്താണല്ലോ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. പാസ്റ്റർ കെ.എം. കുരുവിള അവിടെ ശുശ്രൂഷിക്കുന്നു. മെയ് മാസം 2-3 വൈകിട്ട് സംഗീത ശുശ്രൂഷയും അപ്പോൾ തന്നെ മിനി കൺവെൻഷനും
മൂന്നാം തീയതി പകല് ഒരു വചന പഠനത്തിൻ്റെ ഒരു ഗെറ്റ് ടുഗദറും അതിൻ്റെ ആവശ്യകതയെ പറ്റിയുള്ള ചില വിചാരങ്ങളും പഠനങ്ങളും സെമിനാറുകളും ഒക്കെയുണ്ട്. നിങ്ങളെ അതിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ള ഈ യോഗത്തിൻ്റെ ശബ്ദ സംവിധാനം മികച്ചതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ മാണി പാസ്റ്ററുടെ മകനാണ് അതിൻ്റെ പിന്നിൽ അതിൻ്റെ സംവിധായകനെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ ഉത്തരവാദിത്വത്തോടെ, അഥവാ മഴ ചാറിയാൽ അതിനു വേണ്ടുന്ന ക്രമീകരണം കൂടെ ചെയ്തുകൊണ്ട് ഈ യോഗത്തെ ഉത്തരവാദിത്വത്തോടെ പിശുക്കൊന്നും കാട്ടാതെ വളരെ ഭംഗിയായി ക്രമീകരിച്ച് പാസ്റ്റർ രാജേഷിന് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകി ഞാൻ ഈ രാത്രിയിൽ വായിച്ച് വേദഭാഗത്തിൻ്റെ വിചിന്തനങ്ങളിലേക്ക് നേരെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ കർത്താവിൽ നിന്ന് കേൾക്കേണ്ടതിന് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ പ്രധാനമായും 14 അത് റോമർ മുതൽ എബ്രായർ വരെ എണ്ണുമ്പോൾ 14 എണ്ണം തികയുന്നത്. ആ ലേഖനങ്ങളെല്ലാം തന്നെ അർത്ഥസമ്പുഷ്ടങ്ങളാണ്. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച് എന്നതാണ് അതിനകത്ത് പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശകലനം, അതാണ് പൗലോസിന്റെ ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം. പ്രസംഗിച്ചാലും പഠിച്ചാലും തീരാത്ത വിധം അനന്തസാഗരം പോലെ അതിന് സമാനമായി വിസ്തൃതമായി കിടക്കുന്ന ലേഖനങ്ങൾ, അത് വളരെ ആഴമേറിയത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ എങ്ങനെ ജീവിക്കണം? ഈ ജഡത്തിൽ നാം ജീവിക്കുമ്പോൾ ജഡപ്രകാരം അല്ലാതെ എങ്ങനെ ജീവിക്കണം? ഒട്ടനവധിയല്ല, എണ്ണിയാലൊടുങ്ങാത്ത പോലെ കോടാനുകോടി ദൈവങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും വർണ്ണത്തിലും വലിപ്പത്തിലും വിവിധ ശക്തികളുടെ ആവാഹനത്തോടെ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ആ ദൈവങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാതെ ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിച്ചറിഞ്ഞാശ്രയിച്ച് അനുകരിച്ച് എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ദിശാബോധം തരുന്ന പ്രകാശമാകുന്ന ഉജ്ജ്വല കൃതികളാണ് അപ്പോസ്തലനായ പൗലോസിന്റെ 14 ലേഖനങ്ങൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പൗലോസിന്റെ ആ ലേഖനങ്ങളുമായി നമ്മളിങ്ങനെ മുൻപോട്ട് പോയാൽ, അതിനെ ധ്യാനിച്ച് പഠിച്ച് അതിൻ്റെ ആഴങ്ങൾ തേടിപ്പോയാൽ ആക്ഷേപരഹിതമായൊരു ക്രിസ്ത്യ ജീവിതത്തിന് നമ്മൾ ഉടമകളായി മാറും എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമ പുസ്തകങ്ങൾ മാത്രമല്ല, സുവിശേഷ ഗ്രന്ഥങ്ങളിലെ ഉപമകളും കഥകളും അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, അതെല്ലാം വേണം. സങ്കീർത്തനത്തിൻ്റെ നല്ല വിചാരങ്ങൾ അതെല്ലാം നമുക്ക് വേണം. പക്ഷേ ഏറെ വേണ്ടുന്നത് അപ്പോസ്തലിക ഉപദേശങ്ങൾ വാരി നിറച്ചിട്ടുള്ള ലേഖനങ്ങളിൽ അടക്കം ചെയ്തിട്ടുള്ളവയാ. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകണം, ആരോടുകൂടെ ആയിക്കൂടാ എന്നൊക്കെയുള്ള വീണ്ടും വിചാരം വകഭേദം നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കുള്ളതേതാ, നമുക്ക് വേണ്ടാത്തതേതാ എന്നിത്യാദി വീണ്ടും വിചാരമില്ലാത്തവർ ആകപ്പാടെ ഒരുമാതിരി അവിയൽ പരുവത്തിൻ്റെ ആത്മീയതയുമായി പോകും. കർത്താവ് വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കണം എന്നൊക്കെയുള്ള വിചാരത്തോടെ പോവുക. ബാഹ്യമണ്ഡലം ആത്മീയതയുടെ ഒരനുഭവമാക്കി മാറ്റിയിട്ട് ആന്തരിക തലത്തെ വല്ലാത്ത ഒരു തിന്മയിലേക്ക് നയിക്കുന്ന നിരവധി ആളുകളുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ നേരത്ത് ഭയങ്കര പ്രകടനമാണ്. ആകപ്പാടെ ആത്മീയതയിൽ ഇനി ഒരാളിനെ ദൈവം മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ പുള്ളിയാണെന്ന് തോന്നുമാർ പ്രകടനം കാട്ടും. പക്ഷേ അവസരം അനുകൂലമായി ഒത്തുകിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തിപ്പോകുന്ന നിരവധി ആളുകളുണ്ട്. അത് സംഭവിക്കാതെ ആന്തരികവും ബാഹ്യവുമായ തലങ്ങൾ ദൈവത്തിന് പ്രസാദ യോഗ്യമായ നിലയിൽ, ഞാൻ ഈ പറയുന്ന വിചാരങ്ങളെ കേട്ടോണേ, ദൈവപ്രസാദ യോഗ്യമായി, ക്രിസ്തു കേന്ദ്രീകൃതമായി, ആത്മനിയോഗിതമായി, ദൈവവചനത്തിന് അനുസാരമായി നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ലേഖനങ്ങളിൽ നിന്ന് വളക്കൂറുള്ള ചിന്തകളെ, പോഷകമൂല്യങ്ങളെ ഏറ്റെടുത്തേ പറ്റൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം? ഈ കൺവെൻഷൻ കഴിയുമ്പോഴെങ്കിലും ലേഖനങ്ങളോടൊരു ആന്തരിക താല്പര്യമുണ്ടാകാൻ വേണ്ടിയാണ് ആ വിചാരങ്ങളെ പറഞ്ഞത്. പോകാം നമുക്കടുത്ത ചിന്തയിലേക്ക്. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ 3 പ്രധാന ലേഖനങ്ങളെ വൈദിക ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുക. വൈദിക ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് അഥവാ ഇടയലേഖനങ്ങൾ എന്നുള്ളതാണ്. ഇടയലേഖനങ്ങളിൽ വിശ്വാസികൾ എങ്ങനായിരിക്കണം, പാസ്റ്റർമാരെങ്ങനായിരിക്കണം, അഥവാ ശുശ്രൂഷക വൃന്ദങ്ങൾ എങ്ങനായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആഴമേറിയ അവബോധമാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള 3 ലേഖനങ്ങളാണ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്ന് പറയുന്നത്. ഇതാണ് ഇടയലേഖനങ്ങൾ. അതിൽ ഒന്നിൽ നിന്നാണ് ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ദൈവാത്മാവ് എൻ്റെ പ്രാർത്ഥനാ വേള
വേളയിൽ എനിക്ക് നിയോഗം നൽകിയത്. ഞാനൊരു 3 വിചാരങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും അങ്ങ് ദേശത്തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടും പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 3 വിചാരങ്ങൾ മറക്കരുത്. കുറിച്ചെടുത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളോടെന്നും ഉണ്ടായിരിക്കും. കൂടെ അതിനെ ആഴത്തിൽ ചിന്തിപ്പാനിടയാവും. ഹൃത്തടത്തിൽ അതിനെ കരുതിക്കൊള്ളണം. കുറിച്ചാലും ഹൃത്തിൽ അതില്ലെങ്കിൽ പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. 3 ചിന്തകളെ ഞാൻ പറയാം. ഒന്ന്, സുവിശേഷത്തെ സംരക്ഷിക്കുക എന്നതാണ്. സുവിശേഷത്തെ സംരക്ഷിക്കണം. അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പ്രൊട്ടക്ട് ദ ഗോസ്പൽ എന്നുള്ളത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രൊക്ലൈം ദ ഗോസ്പൽ, അഥവാ സുവിശേഷത്തെ പ്രഘോഷിക്കുക, സുവിശേഷത്തെ പ്രസംഗിക്കുക എന്നതാണ് രണ്ടാമത്തെ ഉത്തരവാദിത്വം. മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രാക്ടീസ് ദ ഗോസ്പൽ, സുവിശേഷത്തെ പ്രായോഗികമാക്കുക. ഈ 3 വിചാരങ്ങൾ മറക്കരുത്. ഒരൊറ്റ ദൈവവൈതലും രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിനോട് ഏകീകരിക്കേണ്ടതിന് സ്നാനമേറ്റ് ആത്മനിറവ് പ്രാപിച്ച് പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിക്കേണ്ടതിന് ആവലോടെ കാത്തിരിക്കുന്ന ഒരൊറ്റ ദൈവമക്കളും മറക്കരുതാത്ത 3 വിചാരങ്ങൾ അക്കമിട്ട് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അത് പ്രൊട്ടക്ട് ദ ഗോസ്പൽ, സുവിശേഷത്തെ സംരക്ഷിക്കുക. ജീവിതം കൊണ്ട്, സാമ്പത്തികം കൊണ്ട്, ദാമ്പത്യം കൊണ്ട്, സാമൂഹ്യ ജീവിതം കൊണ്ട്, സഭാജീവിതം കൊണ്ട്, ഏകാന്തത കൊണ്ടൊക്കെ സുവിശേഷത്തിൻ്റെ സംരക്ഷകരും കാവലാളുകളും ആകണം നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിൻ്റെ നടപടിക്രമങ്ങൾ കൊണ്ടൊന്നും സുവിശേഷം ആക്ഷേപിക്കപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞത്. ബോധ്യമാകുന്നുണ്ടോ പറയുന്നത്? സുവിശേഷത്തെ നമ്മൾ സംരക്ഷിക്കുന്നവരാകണം. നീയാണോ വലിയ പ്രാർത്ഥനക്കാരി, നീയാണോ പ്രാർത്ഥനക്കാരനെന്നൊന്നും നാട്ടുകാർ നമ്മളോട് ചോദിക്കാതെ ജീവിക്കുന്നതിനെയാ ഈ സംരക്ഷണത്തിൻ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അതാണ് ഇതിൻ്റെ വസ്തുത. രണ്ടാമത്തേത് പ്രൊക്ലൈം ദ ഗോസ്പൽ, അഥവാ സുവിശേഷത്തെ പ്രഘോഷിക്കുക. എവിടെ അവസരം കിട്ടുന്നു ഒരാളോട് പറയാനോ, ഒരു കവലയിൽ നിന്ന് പറയാൻ, മുക്കവലകൾ, നാൽക്കവലകൾ, ഇടവഴികൾ, പെരുവഴികൾ, പട്ടണ പ്രാന്തങ്ങൾ, ഗ്രാമവീഥികൾ, എവിടെ നിന്നും പറയാൻ, വീട്ടിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട വേദിയിലോ എവിടെങ്കിലുമൊക്കെ നിന്ന് സുവിശേഷം പറയാനും പാടാനും അവസരമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, നാളെ ആകട്ടെ എന്നും പറഞ്ഞ് ഉൾവലിയരുത്. അപ്പോഴേ ചാടി വീണോണം. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷത്തിൻ്റെ പ്രഘോഷണം. എനിക്ക് മുമ്പ് അനുഗ്രഹീതരായ ഗായകർ ഇവിടെ ആലപിച്ച പാട്ടുകളെല്ലാം സുവിശേഷത്തിൻ്റെ പ്രഘോഷണമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് നമ്മൾ കേട്ടത്. ആ പാട്ടുകളെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. ആ പ്രഘോഷണത്തിൽ താളം, ശ്രുതി, ലയം, സംഗീതത്തിൻ്റെ സമസ്ത സംഗതികളും ഉണ്ടായിരുന്നു. എന്നാൽ ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നതും പ്രഘോഷണമാണ്. താളമേളങ്ങളൊക്കെ നിശബ്ദമായിട്ട് ഇനി സുവിശേഷത്തെ ഞാൻ ബൗദ്ധിക ചിന്തകളായി, സൈദ്ധാന്തികാലോചനകളായി, ആത്മീയ വിചാരങ്ങളായി നിങ്ങളിലേക്ക് പകർന്നു തരുന്നു. അതും പ്രഘോഷണമാണ്. അപ്പോൾ ഒന്നുകിൽ പറയണം, പാടിക്കൊണ്ട് നടക്കണം, അതല്ലെങ്കിൽ പ്രസംഗിക്കണം, അതല്ലെങ്കിൽ വ്യക്തിപരമായി ഈ ചിന്തകളെ അവരന് കൈമാറണം. എങ്ങനെയായാലും സുവിശേഷത്തെ പ്രഘോഷിക്കണം എന്ന ഒരു ദൗത്യം നമ്മിലുണ്ട്. മൂന്നാമത്തേത് സുവിശേഷത്തെ പ്രായോഗികമാക്കണം എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളും, കഴിക്കുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം സുവിശേഷത്തിന് അനുസാരമാകണം. അക്കോർഡിംഗ് ടു ദ ഗോസ്പൽ എന്ന് പറയുന്ന ആ തത്വം ഏറ്റെടുക്കണം. വിവാഹ ജീവിതം അടക്കമുള്ള സകലതും, വ്യക്തിപരമായ ഏകാന്തതകളോ കൂട്ടത്തിലായോ, വാട്സപ്പ്, യൂട്യൂബ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ളതിൽ തോണ്ടി വിവിധ വിഭവങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സുവിശേഷത്തിന് അനുസാരമാകണം. അപ്പോൾ ഈ 3 വിചാരങ്ങൾ ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിപ്പിക്കുമ്പോൾ ഉണ്ടായി വരുന്നൊരു ആത്മീയ സംസ്കാരമുണ്ട്. അതാണ് പെന്തക്കോസ്ത്യൻ സംസ്കാരം. എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റുന്നുണ്ട്? ആയതിലേക്ക് നമുക്ക് ബോധ്യം തരുന്ന 3 ഗ്രന്ഥങ്ങൾ, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്ന് പറയുന്നത്. അതിൽ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളാണ് നിങ്ങൾക്ക് നൽകുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. ഇനിയുള്ള നേരം ആ വാക്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ആ വാക്യങ്ങളുടെ പഠനത്തിന് ഞാനതിൻ്റെ വിഷയത്തിൻ്റെ രൂപരേഖ തന്നത് മറന്നു പോകരുത്. എന്നെ പുറത്ത് ശ്രദ്ധിക്കുന്നവരോടും അകത്തിരിക്കുന്നവരോടും ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന 3 വിഭാഗം ജനതയോട് എനിക്ക് ഈ വിചാരങ്ങളെ ആഴത്തിൽ സമഗ്രമായി പരിചിന്തനം ചെയ്യണം. സമയത്തിൻ്റെ പരിമിതിയും കേൾക്കാൻ നിങ്ങളുടെ താല്പര്യത്തെയും പരിഗണിച്ചുകൊണ്ട് ഞാനത് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വലിയ പ്രാർത്ഥന, ശ്രദ്ധ ഇന്ന് രാത്രിയിൽ ഈ പ്രമേയത്തിൻ്റെ വിശകലനത്തിനുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ, അപ്പോൾ തന്നെ കഴിഞ്ഞ 2 രാത്രികളിൽ കേട്ട ഈടുറ്റ ചിന്തകളെ വിസ്മൃതിയിൽ
താഴ്ത്തിക്കളയരുത്. അവയെ തിളക്കമാർന്ന നിലയിൽ സൂക്ഷിക്കുകയും അവയോടൊപ്പം ഇതിനെ പിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ 3 സന്ദേശങ്ങൾ ആത്മീക ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് കാരണമായി മാറും. പഠിച്ചു തുടങ്ങാൻ നമുക്ക്. ഞാൻ ഈ 3 വാക്യങ്ങളിൽ നിന്ന് 3 വിചാരങ്ങൾ നിങ്ങൾക്ക് നൽകിയത്. ഒന്ന്, മഹാദൈവമായവൻ. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് മഹാദൈവമെന്ന്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ലോകത്തിൽ നിരവധി ദൈവങ്ങളുണ്ട്. അവയോടൊന്നും എനിക്ക് വിരോധമില്ല. കാരണം അവയുമായിട്ടൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്ക് ബന്ധമുള്ളത്, സ്വന്തമുള്ളത്, ആന്തരിക രമ്യതയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വേദപുസ്തകം കൊടുക്കുന്ന പേര് മഹാദൈവമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ആ ദൈവത്തിന് മാത്രമേ മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത് വാക്യം ജീവിത ഗന്ധിയാക്കി മാറ്റണം. ജീവിതത്തിലുണ്ടായി വരുന്ന സമരമുഖങ്ങളുടെ മുമ്പിൽ പതറാതെ ഇടറാതെ, രോഗബന്ധനങ്ങളുടെ മുമ്പിൽ, വിവിധ വ്യാധികളുടെ, വിവിധമായ പ്രതിസന്ധികളുടെ, ഭീഷണികളുടെ, ഇല്ലായ്മകളുടെ, വല്ലായ്മകളുടെ മുമ്പിൽ പതറി മനസ്സിടറി പാദമിളകി പോകാതിരിക്കുക. ഈ ഒരൊറ്റ വാക്യം ആകതാരിൽ മണിമന്ത്രണമായി അങ്ങ് ഏറ്റെടുക്കണം. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം സാധാ ദൈവമല്ല, മഹാദൈവമാണ്. ആ വീണ്ടും വിചാരമാകത്തുള്ളവരെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഏത് പ്രതിസന്ധിയുടെ മുൻപിലും ഞാൻ വീണ് താണു പോകാതെ, എൻ്റെ തല ഉയർത്തി, എൻ്റെ ഉപ്പൂറ്റി ഉറപ്പിച്ച്, എൻ്റെ നട്ടല് വളയാതെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്നെ തകർത്ത് കളയുവാൻ പരിശ്രമിക്കുന്ന ഒട്ടനവധി പോരാട്ടങ്ങളുണ്ട്. ഈ മണ്ണ് എൻ്റേതാണെന്നും ഈ വീട് എൻ്റേതാണെന്നും ഈ നാട് എൻ്റേതാണെന്നും ഇവിടെ ആർക്കും എഴുന്നേറ്റം ഞാൻ ഉണ്ടാക്കത്തില്ലെന്നൊക്കെ വാതുകെട്ടി നിന്ന് പോരാടുന്ന അതീശത്വ ശക്തികളുണ്ട്. അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങളുണ്ട്. തച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന മന്ത്രവാദത്തിൻ്റെ പോരുകളുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം ഞാൻ സേവിക്കുന്നത് മഹാദൈവത്തെയാണ്. ആ ബോധ്യമാണ് ഈ രാത്രിയിൽ നമ്മുടെ കരുത്ത്. നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ കരുത്ത് അതാണ്. ഞാൻ സേവിക്കുന്നത് മഹാദൈവത്തെയാണ്. ഒരു ശില്പിയുടെ ശില്പചാതുര്യതയുടെ മുൻപിൽ വിരിഞ്ഞു വന്ന ഒരു രൂപമോ, അവൻ്റെ ആവാഹന ശക്തിയിൽ അവൻ ആവാഹിച്ചപ്പം വന്നു കയറിയ ഒരു ശക്തിയുടെ വ്യാപാരമോ, അവൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരിടപാടോ, അവൻ്റെ വെളിപ്പുറത്ത് വന്നു നിന്നിട്ട് എന്തു വേണം ഭക്ത എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വല്ലാത്ത കുട്ടിച്ചാത്തൻ്റെ ശക്തി ഒന്നുമല്ല. ഞാൻ സേവിക്കുന്ന ദൈവം അവൻ മഹാദൈവമാണ്. മഹാദൈവമാണ്. ആകാശം അതിലുള്ളത്, ഭൂമി അതിലുള്ളതെല്ലാം, സമുദ്രം അതിലുള്ളതെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയ ഒരുവനുണ്ട്. ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതല്ല. ആ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ബോധ്യമുള്ളവർ മടിക്കണ്ട. ആ കരമടിച്ചൊന്ന് ആരാധിച്ചോ. അതാണ് മഹാദൈവം. യെസ്, ഹല്ലേലൂയ. മഹാദൈവമായവൻ. ഈ മഹാദൈവത്തിങ്കിലേക്ക് നാട്ടുകാരെ മുഴുവനും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത പ്രതിസന്ധികൾക്കും പരിഹാരം നൽകി, ജീവിതത്തിന് അർത്ഥമേകി, മരണത്തിനപ്പുറത്തേക്കും ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു മഹാദൈവം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായ ദർശനം പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉജ്ജ്വലമാണ്. പൗലോസിന്റെ മാത്രമല്ല, മറ്റുതര ലേഖനങ്ങളിലൊക്കെയുണ്ട്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളൊരു പ്രയോഗമുണ്ട്, ക്രിസ്റ്റോളജി. പാസ്റ്റേഴ്സിന് അറിയാം ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശാസ്ത്രം. അല്പം കൂടെ ഭംഗിയായ ഭാഷ ഉപയോഗിച്ചാൽ ക്രിസ്തു പരിജ്ഞാനം എന്നുള്ളത് നമുക്ക് പരിചിതമാണ്. ക്രിസ്തു ശാസ്ത്രം, ക്രിസ്തു പരിജ്ഞാനം. പക്ഷെ പൗലോസിന്റെ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന് ക്രിസ്തു ശാസ്ത്രം എന്ന് പറഞ്ഞ പോരാ, ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞ പോരാ. അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം അപഗ്രഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ചിന്തകൾക്കെല്ലാം കൂടെ കൊടുക്കാൻ പറ്റുന്നൊരു പേരാണ് ഹൈ ക്രിസ്റ്റോളജി. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. എത്ര പേര് കേട്ടിട്ടുണ്ട് അങ്ങനൊരു പ്രയോഗം? ഹൈ ക്രിസ്റ്റോളജി. പാസ്റ്റേഴ്സ് ചിന്തിച്ചോണം, വേദപണ്ഡിതാക്കൾ, വേദവിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചുകൊള്ളണം, സകല സുവിശേഷ പ്രവർത്തകരും ശ്രദ്ധിക്കണം. നമ്മൾ ഉറക്കെ പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചൊരു ഹൈ ക്രിസ്റ്റോളജി നാം രൂപീകരിച്ചേ പറ്റൂ, നാം ഏറ്റെടുത്തേ പറ്റൂ. ആ പ്രകാശം നമ്മിലേക്ക് വന്നേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണമായ, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഔന്നത്യം. ഔന്നത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും കൊണ്ട് പോരാ. അതുകൊണ്ട് പറയേണ്ട പ്രയോഗം ഔന്നത്യം എന്ന പദത്തെ ഞാൻ പിൻവലിക്കുന്നു, പകരം വേറൊരു പദം തരാം, ഉത്തുംഗപ്രതാപം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. പാടുപെട്ട് എങ്ങാണ്ടൊന്ന് ഞാൻ കൊണ്ടുവന്നൊരു പദമാണ് ഉത്തുംഗപ്രതാപം. അത് കേട്ടിട്ട്
ഏതാണ്ട് പോലൊക്കെ ഇരുന്ന് കളയുന്നു. സങ്കടം തോന്നുന്നു എനിക്ക്. ഔന്നത്യമല്ല കർത്താവിന്, ഉത്തുംഗപ്രതാപമാ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാം? അതിന് തുല്യം പറയാൻ വേറൊരാളില്ലെന്ന്. അങ്ങനൊരു ദൈവം വേറെ ഇല്ല. അങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പ്രയോഗമാ ഹൈ ക്രിസ്റ്റോളജി, ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള അറിവാണ് നമ്മെ പ്രബലമായി നിർത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വലിപ്പമൊന്നുമല്ല, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പാസ്റ്ററുടെ പ്രത്യേകതയൊന്നുമല്ല, നമ്മുടെ ഓവർസിയറുടെ, ചെയർമാൻ്റെ, പ്രസിഡന്റിൻ്റെ, ഏരിയ പാസ്റ്ററുടെ, സെൻട്രൽ പാസ്റ്ററുടെ വലിപ്പമൊന്നുമല്ല. നമ്മുടെ ആത്മീയതയിലെ നിൽപ്പ് അതൊക്കെ ഒരു ഘടകമായിരിക്കാം. പക്ഷെ വ്യക്തിപരമായ ആത്മീയതയുടെ ഏറ്റവും വലിയ കരുത്ത് ഞാൻ ആരെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ആരാ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത്, ആരാ എനിക്ക് വാഗ്ദത്തം ചെയ്തത്, ആരാ എന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ചത്, ഈ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് എന്നെ ഇറക്കിയതാരാ. പ്രൈസ് ദി ലോർഡ്. ഉപ്പാപ്പൻ കൽദേരുടെ ഊരി വിടുന്ന കണ്ടിട്ട് ഉപ്പാപ്പന്റെ പുറകെ ഇറങ്ങിയ ഒരു പുള്ളിയുണ്ട്. ആരാ അത്? ഉപ്പാപ്പന്റെ വിളി കിട്ടി പോകുക എന്നും പറഞ്ഞ് പോയി. എന്നാൽ പിന്നെ ഞാനും വരുന്നു ഉപ്പാപ്പ എന്നും പറഞ്ഞ് ഇറങ്ങിയ ഒരു പുള്ളിയുണ്ട്. അവൻ്റെ പേരെന്തോന്നാ? ലോത്ത്. മനസ്സിലായോ? അബ്രഹാമിനെ വിളി കിട്ടിയത്. ചേട്ടൻ്റെ മോന് ഈ വിളിയൊന്നും കിട്ടിയില്ല, ഉപ്പാപ്പൻ്റെ പുറകെ ഇറങ്ങി. അവസാനം നീരോട്ടമുള്ള ദേശം കണ്ടപ്പോൾ അവൻ ആ വഴി പോയി. മനസ്സിലായോ? അവസാനം തമ്പുരാന് കരുണ തോന്നിയിട്ടാണ് ഗന്ധക തീ അവൻ്റെ പെടലിക്ക് വന്ന് വീഴാതിരിപ്പാൻ കർത്താവ് ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞത്. ഈ വിളി കേട്ടിറങ്ങിയവനും വിളി കേട്ടിട്ട് അവനെ കണ്ടോണ്ടിറങ്ങിയവനും തമ്മിലുള്ള വിശ്വാസ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസ ജീവിതം ആരാണ്ട് ഏതാണ്ട് കാണിച്ചാൽ, കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തള വായ്ത്തലയുള്ള വാളുകളും പാതയോരങ്ങളിലെ പതിയിരിപ്പുകളും പിന്നെ ചില മന്ത്രവാദികളുടെ ഏതാണ്ടൊക്കെ ഒരുമാതിരി വെല്ലുവിളികളും, 30 ദിവസത്തിനകത്ത് ഞാൻ നിന്നെ പറപ്പിക്കും, 10 ദിവസത്തിനകത്ത് ഞാൻ നിന്നെ കുഴിയിലാക്കും, ഞാൻ നിന്നെ വെള്ള പുതപ്പിക്കും എന്നൊക്കെ ചുമ്മാതെ ഏതാണ്ട് വായ്ത്താരി പറയുമ്പം പേടിച്ച് പനി പിടിച്ചു പോകുന്ന ആത്മീയതയല്ല നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ കരം പിടിച്ചതും എന്നെ വിളിച്ചിറക്കിയതും ആരാ? പാരമ്പര്യത്തിൻ്റെ കെട്ടുപാട് വിട്ട് പുറത്തു വരാൻ എന്നോട് പറഞ്ഞതൊരു ഉപദേശിയല്ല. ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെക്കുറിച്ചുള്ള എൻ്റെ അറിവ് ഹൈ ക്രിസ്റ്റോളജി. പാരമ്പര്യത്തിന്റെ കെട്ടുപാട് വിട്ട് ഞാൻ പുറത്തു വന്നപ്പം കാട്ടിത്തരാമെന്നും നീ അന്യാധീനപ്പെട്ടു പോകുമെന്നും കിടക്കാടം നഷ്ടപ്പെട്ടു പോകുമെന്നും നിന്റെ പിള്ളേർ അതുവഴി ഇതുവഴി അലഞ്ഞു നടക്കുമെന്നൊക്കെ പറഞ്ഞ് ഉപ്പാപ്പനും കൊച്ചപ്പനും മച്ചാനും മാച്ചമ്പിയും നാത്തൂനും അളിയനും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ നിന്റെ തല കുനിയാതെ ഇന്ന് വരെ നടത്തിക്കൊണ്ട് വന്നവന്റെ പേര് മഹാദൈവമെന്ന്. ആ കർത്താവിനെ കുറിച്ച് അകമഴിഞ്ഞ് അറിവകത്തുണ്ടെങ്കിൽ ആ അറിവുകളുടെ എല്ലാം കൂടെ സമാഹാരത്തിന് ഞാനിട്ടിരിക്കുന്ന പേര് ഹൈ ക്രിസ്റ്റോളജി. രാത്രിയിൽ ഹൈ ക്രിസ്റ്റോളജിയുടെ 1-2 വാക്യങ്ങൾ ഞാൻ തരാം, മറന്നു പോകരുത്. ഒന്നാമത്തെ വാക്യം റോമാലേഖനം 9:5 വാക്യമാണ്. റോമാലേഖനം 9:5. ഇന്ന് രാത്രിയിലൂടെ വന്നിട്ടുള്ള സകല ദൈവമക്കളും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയുടെ ട്രാക്കിലായിരിക്കുന്ന സകല അഭിഷക്തരും അനുഗ്രഹിക്കപ്പെട്ട കർത്തുദാസിമാർ ഹൃദയത്തിൽ കുറിച്ചുകൊള്ളണം. എടുത്തു കട്ടുവൻ, ചൂണ്ടിക്കാട്ടാൻ കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടിയൊക്കെ കൊണ്ടുണ്ടാക്കിയ വർണ്ണമനോഹരമായൊരു വീടോ, സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കിട്ടിയ ഭൂമികയുടെ വിസ്തൃതിയോ, മക്കളങ്ങ് വിദേശത്തെ ജർമ്മനിയിലെ, പാരീസിലെ, മെൽബണിലെ, സിഡ്നിയിലെ, പെർത്തിലെ, ബ്രിസ്ബേണിലെ എന്നൊന്നും പറയാൻ ഒരു പക്ഷെ പറ്റിയില്ലെങ്കിൽ കൂടെ വളരെ ധൈര്യത്തോടുകൂടെ ആകതാരിൽ ഏറ്റെടുക്കേണ്ട ഒരനുഗ്രഹിക്കപ്പെട്ട സംഗതിയായി ഹൈ ക്രിസ്റ്റോളജി ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ മഹാദൈവമായിട്ട് ഒരുമിച്ചുള്ള ഒരു യാത്ര. അതിന് 9:5 മറന്നു പോകരുത്. ഈ ഭൂമിയിൽ സാമ്പത്തിക തലത്തിൽ എങ്ങും എത്താൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും ഈ ദൈവശാസ്ത്രത്തിൻ്റെ സമ്പന്നതയിൽ വേണം ജീവിക്കാൻ. ആരുടെയും ആവുദാരത്തിന് വേണ്ടി കൈ നീട്ടാതെ, ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാതെ, അവൻ എന്നെ കൊണ്ടുപോയെങ്കിൽ എനിക്കൂടെ പോകാമായിരുന്നു, അവൻ തന്നിരുന്നെങ്കിൽ എൻ്റെ റേഷൻ വാങ്ങിക്കായിരുന്നു, അങ്ങനൊന്നും ചിന്തിക്കാതെ യേശുവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയതയുടെ സംസ്കാര തനിമ നമുക്ക് കിട്ടേണ്ടതിന് ഞാൻ ചില വാക്യങ്ങൾ പരിചയപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ വാക്യം റോമാലേഖനം 9:5. അവനിങ്ങനെ പറയും, അവിടെ ഇങ്ങനെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്, അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. ഓ, സ്തോത്രം പറഞ്ഞില്ലല്ലോ. യേശുവിനെ കുറിച്ച് പറയുക ചിലതിൻ്റെ മീതെയല്ല, പിന്നെ ആ പദം പറഞ്ഞേ, സർവത്തിനും മീതെ, സർവത്തിനും മീതെ എന്ന് പറഞ്ഞ പ്രപഞ്ച ശക്തികൾക്ക് മീതെ, സമസ്ത ഭൂതപ്രേത പിശാചുക്കളുടെ ശക്തികൾക്ക് മീതെ, സകല ബഹിർജ ശക്തികളുടെയും മീതെ, സകലവിധമായിരിക്കുന്ന ആധിപത്യ വ്യവസ്ഥിതികൾക്ക് മീതെ, സകലവിധ രാഷ്ട്രീയ പ്രബുദ്ധതകൾക്ക് മീതെ, അധികാരം കൈയാളുന്ന സകല രാഷ്ട്രീയ നേതാക്കന്മാർക്കും മീതെ, സകല ഭരണാധിപന്മാർക്കും മീതെ. ഭരിക്കുന്നതാരാ? നെബൂഖദ്നേസറാണോ, ദാര്യാവേശാണോ, കോരശാണോ, ബെൽസസറാണോ, മുസോളിനിയാണോ, നെപ്പോളിയൻ ബോണോപാർട്ടാണോ,
ആണോ, അതൊന്നും വിഷയമല്ല. അവർക്കെല്ലാം മീതെ പരമാധികാരിയായ ഒരുവന് എൻ്റെ കർത്താവ് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന നിന്റെ മുഖം വാടിപ്പോകത്തില്ലെന്ന്. അവൻ സർവത്തിനും മീതെ. ആ വാക്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിന്തിക്കുക. വീട്ടിൽ ചെന്ന് ചിന്തിക്കാമെന്നൊന്നും ചിന്തിക്കരുത്. വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ചിന്തകൾ കയറി വരും. അതുകൊണ്ട് ഇവിടെ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ കർത്താവ്, എന്നെ വിളിച്ചവൻ, എൻ്റെ കൈ പിടിച്ചവൻ, എന്നെ നടത്തുന്നവൻ, എന്നെ വീഴാതെ താഴാതെ നടത്തുന്നവൻ. ഓ പ്രിയ മോള് പാടിയ പാട്ട് കേട്ടോ, പാരിൽ പാർക്കും അൽപായുസ, പക്ഷെ ഭാരങ്ങളൊന്നും എനിക്കില്ല. കാരിരുമ്പാണി കൊണ്ട് എനിക്ക് വേണ്ടി രക്ഷാകര ദൗത്യം ഒരുക്കിയവൻ എൻ്റെ ഭാരങ്ങളെ ചുമക്കാൻ എൻ്റെ കൂടെയുണ്ട്. അവനെ പറ്റി ഒരു വിശേഷത പറയുക, അവൻ സർവത്തിനും മീതെ. ആൻറ്റി ശ്രദ്ധിച്ചേ, അങ്കിളെ ശ്രദ്ധിച്ചേ. സർവത്തിനും മീതെ എന്ന് പറഞ്ഞാൽ താങ്കൾ അനുഭവിക്കുന്ന ക്യാൻസറിന് മീതെ, താങ്കളുടെ ട്യൂമറിന് മീതെ, താങ്കളുടെ ഡയബറ്റിക്കിന് മീതെ, താങ്കൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ ശാരീരിക ക്ലേശങ്ങൾക്ക് മീതെ വിടുതലായിട്ട് ഒരുവനുണ്ടെന്ന് നാട്ടുകാർ കേട്ടോണേ. ഞങ്ങളുടെ വിശ്വാസം വെറും കേട്ടുകഴിയുടെ വിശ്വാസമല്ല. ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും മീതെ പരിഹാരം തരാൻ കഴിയുന്ന ഒരു കർത്താവാണ് കർത്താവ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ചാക്കോസാർ അടക്കമുള്ള പ്രമുഖ ദൈവദാസന്മാർ ആരും നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ തലയെ തൊടുവൊന്നും വേണ്ട. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ നിന്റെ നാഡീ ഞരമ്പുകളിൽ, അസ്ഥി വിമുഖങ്ങളിൽ, മാംസപേശികളിൽ, ഓരോ കോശങ്ങളിലും വ്യാപരിക്കുന്ന രോഗബന്ധനം എന്തായിരുന്നാലും അതിനെ തുരത്തി നിനക്ക് വിടുതൽ തരാൻ കഴിയുന്ന ഒരു ദൈവം, അവന്റെ പേരാണ് സർവത്തിനും മീതെ ദൈവം. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത്, വിശ്വസിക്കുന്നവർ സൗഖ്യം പ്രാപിച്ച്, വിശ്വസിക്കുന്നവർ സന്തോഷം ഏറ്റെടുത്ത്, വല്ലാത്ത ഭാരങ്ങൾ, വല്ലാത്ത പ്രതിസന്ധികൾ അതിനും മീതെ. ഹല്ലേലൂയ. കൊടുക്കാനുള്ള കടമെല്ലാം കൂടെ എഴുതി കൂട്ടിയാൽ ഒരു ഭയങ്കര തുകയാ. എങ്ങനെ വീട്ടും കർത്താവേ, എങ്ങനെ വീട്ടും കർത്താവേ. അച്ഛാ എങ്ങനെ വീട്ടും, ലോൺ എങ്ങനെ അടയ്ക്കും, ആ ലോൺ ഈ ലോൺ, അവിടുത്തെ ബാങ്കിൽ ഇവിടുത്തെ ബാങ്കിൽ, ഇത് എങ്ങനെ അടയ്ക്കും എന്നൊക്കെ ഓർത്ത് വേവലാതിപ്പെട്ടാൽ അറ്റാക്ക് വന്ന് തട്ടിപ്പോവും. പിന്നെ ആ ലോണും അതിൻ്റെ ഗതികേടെല്ലാം വിധവയായ ഭാര്യയുടെ തോളിലോട്ട് വരും. പഠിക്കാനിറങ്ങിയ ചെറുക്കം പഠിത്തം നിർത്തി പിന്നെ കൂലിപ്പണിക്ക് ഇറങ്ങേണ്ടി വരും ലോൺ അടയ്ക്കാൻ. മനസ്സിലായോ? പണ്ടൊരു ഉപദേശി അങ്ങനെ ലോൺ എടുത്ത് വെച്ചിട്ട് വീട്ടാനാവാതെ വല്ലാത്ത കുഴപ്പമായി. അവസാനം മുതലാളി വന്ന് ഭീഷണിപ്പെടുത്തി, ഇനി എനിക്ക് പലിശ വേണ്ട, മുതലടക്കം കാര്യം തന്നേ പറ്റുള്ളൂ. കേട്ട പാടെ അറ്റാക്ക് വന്നു, തട്ടിപ്പോയി. ഫ്യൂണൽ സർവീസൊക്കെ ഗംഭീരമായിരുന്നു. ഈ മുതലാളി അടക്കം ഫ്യൂണൽ സർവീസിന് വന്നു. ഭാര്യയൊക്കെ സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. എന്ത് ചെയ്യാനാ, സഹിക്കാൻ യാഹുവയുണ്ട് കൂടെ, കർത്താവ് സഹായകനായിരുന്നോളൂ. 7 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെയും വന്നു. വിലാപകാലമല്ലേ 7 ദിവസം. 7 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെയും വന്നു, ആശ്വസിപ്പിച്ചു. സാരമില്ല. അടുത്ത ഒരു 7 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ 2-ാമത്തെ ആഴ്ചയും പുള്ളി വന്നു. പിന്നെ ഞാൻ ഈ കൂടെ വരുന്നതേ, പുള്ളിക്കാരൻ എൻ്റെ നിന്ന് കുറേ കാശ് വാങ്ങിച്ചത് അറിയാമായിരുന്നല്ലോ. അവിടെ മുതൽ വിഷയം മാറുക. സാറേ അറിയാം, എന്തോ ചെയ്യാനാ, ഞാൻ ഈ സ്ഥിതിയിൽ എന്തോ ചെയ്യണ്ടേ, അല്ല എങ്ങനെങ്കിലും അത് തരാനുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. പിന്നെ ആഴ്ച പുള്ളി വരും, പൈസ ചോദിക്കും, കൊടുക്കാൻ ഇവക്ക് നിർവാഹമില്ല. 1-2 മാസമൊക്കെ കഴിഞ്ഞ് പുള്ളി ഒരു വരവ് വന്നത് ഇതിന് പരിഹാരത്തിന് വേണ്ടി, ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടോണ്ട പുള്ളി വന്നത് അല്പം കനത്തിൽ അവളോട് സംസാരിച്ചു. നിനക്ക് ഈ പണം ഇനി തരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരു വലിയ തുകയാണ്. അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. യോ സാറേ, എന്തൊന്ന വഴി? അങ്ങ് കണ്ട വഴി എന്താ? ഞാൻ ഈ പിള്ളേരെ അങ്ങ് കൊണ്ടുപോകണം. പിള്ളേർ 2 ആൺപിള്ളേരുണ്ട്, അവരെ ഞാൻ കൊണ്ടുപോകാൻ. ഞാൻ 2 പേരുടെയും കൂടെ തോളിലോട്ട് മുഖമെടുത്ത് വെച്ച് കൊടുത്താൽ എൻ്റെ പാടവും പറമ്പും ഉഴുതു മറിച്ചോളുമാർ. ആരോഗ്യം ഉണ്ടല്ലോ, ഞാനിവരെ ഞാൻ കൊണ്ടുപോവുക. നിൻ്റെ ഭർത്താവ് വാങ്ങിച്ച കടത്തിന് ഇതാണ് ഈട്, ഞാൻ അവരെ കൊണ്ടുപോവുക. പിള്ളേരുടെ നേരെ കൈ നീട്ടുമ്പോൾ സർവശക്തിയും അവൾ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് കയറി കുഞ്ഞുങ്ങളെ പിടിച്ച് പുറകോട്ട് മാറ്റിയിട്ട് പറഞ്ഞു, നോ സർ പ്ലീസ്, എൻ്റെ കുഞ്ഞുങ്ങളെ തുടരുത്. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, പ്രത്യാശ, ആശ, ആവേശം അവർ മാത്രമാണ്. ഞാനിനി ജീവിക്കുന്ന അവർക്ക് വേണ്ടിയാ, തുടരുത് പ്ലീസ്. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ആക്രോശിച്ചു. അപ്പോൾ തൊഴുതു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒറ്റ ദിവസം കൂടി എനിക്ക് മറുപടി തരണം, ഒറ്റ ദിവസം കൂടി എനിക്കൊരു അവധി തരണം, ഒറ്റ ദിവസം കൂടി എന്നെ സഹിക്കണം, ഞാനൊരു വിധവയല്ലേ, പ്ലീസ്. കാലി വീഴുന്ന പോലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 1 ദിവസം കഴിഞ്ഞ് നീ എന്നെ അയ്യമ്മ. അപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യും, ഒരു മാർഗം ഞാൻ കാണുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാം, കുഞ്ഞുങ്ങളെ തുടരുത്. ഓക്കെ, നീ പറഞ്ഞ അനുസരിച്ചൊരു വിധവയെ മാനിച്ചുകൊണ്ട്, നിന്റെ കണ്ണുനീര് മാനിച്ചുകൊണ്ട് 1 ദിവസം കൂടെ അവധി തരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് മുറ്റത്ത് നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ
കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൂടി പിടിച്ചെടുത്ത് അവൾ മുറിക്കകത്താക്കി കഥ കടച്ചിട്ട് ആ പാവം വിധവ ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് ചെന്ന് നിന്നത് പ്രവാചകന്റെ അരികിലാണ്. ഇസ്രായേലിലെ പ്രസിദ്ധനായ ഒരു പ്രവാചകനുണ്ടെന്ന് പേര് എലീശ എന്ന കാൽക്കലേക്ക് വീണിട്ട് പറഞ്ഞു, സാർ രക്ഷിക്കണമെന്നെ. എൻ്റെ ഭർത്താവ് അങ്ങയുടെ ശിഷ്യനായിരുന്നു, അവൻ യഹോവ ഭക്തനായിരുന്നു. മരിച്ചുപോയത് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ വന്ന് പിടിച്ച് കെട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിന്നീടുണ്ടായ സംഭവം നമുക്കറിയാം. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവൾ ചെയ്തു. കടം വീട്ടി ഉപജീവനം കഴിക്കാനുള്ള വഴി ദൈവം തുറന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത വയ്യാവേലിയെല്ലാം കൂടെ വലിച്ചു വെച്ച് അറ്റാക്കെന്നും പറഞ്ഞൊരു വഴിയിലൂടെ താങ്കൾ രക്ഷപ്പെട്ട പിന്നെ ബാക്കി വീട്ടിൽ അവശേഷിക്കുന്നവരുടെ തലയിൽ ആ ചുമട് വന്ന് വീഴും. അവർക്ക് എഴുന്നേറ്റമുണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഒരു ചിന്ത അകത്തേക്ക് ഞാൻ തരികയാ. നിന്റെ ലോൺ അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗബന്ധനങ്ങൾ, വാൽവിൻ്റെ പ്രശ്നം, ആൻറ്റി യൂട്രസിനകത്ത് 1, 2, 3, 4 ഫൈബ്രോയിഡ്, സ്കാനിങ് റിപ്പോർട്ട് കണ്ട് പകച്ച് പാതി ജീവൻ പോയിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി കേട്ടോണം, അതിനെല്ലാം മീതെ, ആ മീതെ എന്നുള്ള പദത്തിന് അടിയിൽ വര കൊടുത്തോണം. സർവത്തിനും മീതെ, അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും മീതെ അത് ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. നിന്റെ ലോണിന്റെ പ്രശ്നം, നിന്റെ സാമ്പത്തിക കെടുതി, ശാരീരിക കെടുതി, ഡോക്ടർമാർ കൈവിടുക, അലോപ്പതിയും ആയുർവേദവും യൂനാനി ഹോമിയോപ്പതി അടക്കമുള്ള പലതും നോക്കി ഒരു രക്ഷയുമില്ലെന്ന് അവസാനം എല്ലാവരും പറയുക. പക്ഷെ രക്ഷകൻ ഒരുവനുണ്ട്, അവൻ്റെ പേര് സർവത്തിനും മീതെ ഉള്ളവനെന്നാണ്. ഏത് രോഗം കാലപ്പഴക്കമുള്ളതായാലും, ഏത് പ്രശ്നം എത്ര നൂലമാലകളുള്ളതായാലും, മനസ്സാവാച കർമ്മണ അറിയാതെയുള്ള പ്രതിസന്ധിയിലേക്ക് നിന്നെ വലിച്ചിഴച്ച് ലോക്കപ്പ്, കോടതി, പോലീസ്, വക്കീല് ഇങ്ങനെ നിന്നെ വലിച്ചുകൊണ്ട് നടക്കുന്ന ചില ഗതികളായാലും അതിൻ്റെ മീതെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഒരുവനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ പന്തൽ ഉയർത്തുന്നു. അവൻ ഇന്ന് രാത്രി ഇവിടെ ഉലാവുന്നുണ്ടെന്ന്. സർവത്തിനും മീതെ ചില ഉള്ളങ്ങളുടെ കർത്താവ് ആ വളരെ ആഴത്തിൽ ഇടപെടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് മീതെയല്ല, സർവത്തിനും മീതെ. ഏറ്റെടുത്ത കർത്താവിനെ സ്തുതിക്കാം. ഈ രാത്രി സമയം നോക്കണ്ട. ആരാധിച്ച് ബലപ്പെടേണ്ടതിന്, ആരാധിച്ച് സൗഖ്യം ഏറ്റെടുക്കേണ്ടതിന്, ആരാധിച്ച് കർത്താവിന്റെ സ്പർശനം അറിയേണ്ടതിന്. യെസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സർവത്തിനും മീതെ. ഹല്ലേലൂയ. അപ്പൊ റോമർ 9:5 ഒരിക്കലും മറക്കരുത്. റോമർ 9:5 യേശു മഹാദൈവമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവത, സർവത്തിനും മീതെ ദൈവം. നാട്ടുകാരെന്നെ കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? ആശ്രയിച്ചിട്ടും അവലംബമാക്കി ഒട്ടനവധി കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം, കഴിഞ്ഞ മാസം ചെയ്തത് ഈ മാസം, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഈ മാസം, ഇന്നലെ ചെയ്തത് ഇന്നും, ഇന്ന് രാവിലെ ചെയ്തത് ഇന്ന് വൈകിട്ടും ഒക്കെ നിരന്തരം മുറതെറ്റാതെ ചെയ്ത് പലതിനെയും പ്രണയിച്ച് മുൻപോട്ട് പോവുകയായിരിക്കാം. കുന്ന് കയറി മല ഇറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹം മുറിച്ച് രക്താർപ്പണം, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണം, വായിൽ നിന്ന് കോടാനുകൂടി സ്തോത്രാർപ്പണം ഒക്കെ ചെയ്യുന്നത് ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി, പ്രശ്ന പരിഹാരത്തിന്, മുക്തിക്ക്, മോക്ഷത്തിന്, സായുജ്യത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന് ഒക്കെ വേണ്ടിയാകാം. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതൊക്കെ നിസാരമായി 5 പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ, വിശ്വാസം അതൊന്നുകൊണ്ട് മാത്രം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാനിവിടെ ഉയർത്തുന്നു. അവന്റെ പേരാണ് സർവത്തിനും മീതെ ദൈവമായവൻ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ ദൈവമക്കൾ. വേറൊരു വാക്യം തരം യേശു മഹാദൈവമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു വാക്യം തരട്ടെ. അത് കൊലോസ്യർ 1:11 വാക്യമാണ്. കൊലോസ്യർ 17 വാക്യം. കൊലോസ്യർ 1:17 വാക്യം മറക്കരുത് ഒരിക്കലും. കൊലോസ്യർ ലേഖനങ്ങളിലൂടെ മാത്രം നമ്മൾ യാത്ര ചെയ്യുക. കൊലോസ്യർ 1:17 ഇങ്ങനെ പറയുക, അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. സർവത്തിനും മുമ്പേ ഉള്ളവൻ. അത് കേട്ടിട്ട് സ്വോത്രം വന്നില്ലല്ലോ. സ്വോത്രത്തിന് പിശുക്കുണ്ടോ പുതുപ്പള്ളിയിൽ? സ്വോത്രം. അവൻ സർവത്തിനും, അതിന്റെ ഗ്രാമർ കേട്ടോണേ, അവൻ സർവത്തിനും മുൻപേ ഉണ്ടായവൻ എന്നല്ല, അവൻ സർവത്തിനും മുൻപേ ഉണ്ടാക്കപ്പെട്ടവൻ എന്നുമല്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവത്തിനും മുൻപേ ഉണ്ടായവൻ എന്ന് പറഞ്ഞ തുടക്കമായി. തുടക്കമുള്ളവൻ ഒടുക്കമുണ്ടാകും. ഉണ്ടോ? ഉണ്ടാക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ആരംഭമായി. ആരംഭമുള്ളവൻ അവസാനമുണ്ട്. ജനനമുണ്ടെങ്കിൽ മരണമില്ലേ? പക്ഷെ ജനന മരണത്തിനതീതം, ആരംഭ അവസാനത്തിനതീതം, തുടക്ക ഒടുക്കത്തിന് അതീതമായ ഒരുവനെ പറയാന ഭാഷയിൽ അങ്ങനൊരു പദം, സർവത്തിനു മുൻപേ ഉള്ളവൻ.
മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചേ. അതുതന്നെയാണ് ഗ്രേറ്റ് തിയോളജിയനായ യോഹന്നാൻ പറയുന്നത്. എന്തോന്നാണ്? അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് തരാൻ യോഹന്നാൻ പറയുന്നു. ഇന്നലെ രാജുവാനിക്കാട് സാർ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, പിന്നെ ഉണ്ടാക്കപ്പെട്ടു എന്നുമല്ല, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാനെ സമ്മതിക്കണം കണ്ടോ. യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം ഭയങ്കര ശ്രേഷ്ഠമാണ്. ആദിയിൽ എന്ന പദമൊക്കെ താൻ ഉപയോഗിക്കുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ആനിക്കാട് സാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണല്ലോ. ആദിയിൽ എന്ന ആ പ്രയോഗം യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ മോശ ഒരു ആദിയിലും കൊണ്ട് വരുന്നുണ്ട്. എവിടെ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മോശ ഒരു ആദിയും കൊണ്ട് വരുന്നുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, ആദിയിൽ ദൈവം എന്നും പറഞ്ഞാൽ തുടങ്ങാം. ആകാശഭൂമികളുടെ ആദിയാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇവിടെ യോഹന്നാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? യോഹന്നാനും പൗലോസും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് വെളിയിലിറങ്ങി നിന്നുകൊണ്ട് പറയുക, ആദിയിൽ ആകാശവും ഭൂമിയൊന്നും അല്ല. ആദി എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ആദിക്ക് മുൻപേ ഉള്ളവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. മോശയ്ക്ക് വെളിപ്പെടാത്ത ഒരു യേശുവിൻ്റെ പുരാതനത്വം, മോശയ്ക്ക് വെളിപ്പെടാത്ത യേശുവിൻ്റെ ആ പുരാതനത്വ മഹിമയെക്കുറിച്ച് പൗലോസ് പറയുന്നു, യോഹന്നാൻ പറയുന്നു. പൗലോസ് പറയുന്ന കൊലോസ്യർ 1:17 യോഹന്നാൻ പറയുന്നത് യോഹന്നാൻ 1:1 ആദിയിൽ അവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യനാണെന്ന്. നാട്ടുകാർ കേട്ടോണ്, യേശു നിത്യനാണ്, നിത്യനാണ്, നിത്യനാണെന്ന് ഉറക്കപ്പാടുന്നതും ഉറക്ക പറയുന്നതിനും ഞങ്ങൾക്ക് പ്രചോദനമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നിത്യനായ ദൈവത്തിന് മാത്രമേ താങ്കൾക്ക് നിത്യജീവൻ തരാൻ കഴിയുകയുള്ളൂ. നിത്യത സമ്മാനിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പേരാ നിത്യനായ ദൈവം. യേശു നിത്യനാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്നലെ ഉണ്ടായവനും നാളെ ഇല്ലാതെയാകുന്നവനുമല്ല. ഡിസംബർ 25-ാം തീയതി ജനിക്കുകയും ഏപ്രിൽ മാസം 4, 5, 6 തീയതികൾ അവസാനിക്കുകയും ചെയ്ത ഒരു യേശുവിനെ അല്ല ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പാടിയ ആ യേശു ഡിസംബറിൽ ജനിച്ചിട്ട് കൊടുന്തണുപ്പിൽ ജനിച്ചിട്ട് ഏപ്രിൽ മാസത്തിന്റെ കൊടുഞ്ചൂടിൽ അവസാനിച്ച ഒരു യേശു അല്ല. അതിനു മുൻപേ ഉള്ളവന് ബെത്ലഹേം ഗോശാലയിൽ കിറ്റുശീലയിൽ കിടക്കുന്ന ആ അവസ്ഥയ്ക്ക് മുൻപേ ഉള്ളവനാണ്. ഉത്തുംഗ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന്, ഏറ്റവും പ്രതാപ മഹിമയിൽ കഴിഞ്ഞിരുന്ന് ഒരു പൂർവാവസ്ഥ അവനുണ്ടായിരുന്നു. ഗോൽഗോഥായിൽ പിടഞ്ഞു തീർന്നു കഴിഞ്ഞതോടെ തീർന്നില്ല യേശുവിന്റെ ഇടപാട്. അതിനുശേഷവും എൻ്റെ യേശു ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ബെത്ലഹേമിന് അപ്പുറത്തും ഗോൽഗോഥായ്ക്ക് ശേഷവും ഉള്ളവനായ ഒരുവനെയാ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അവന്റെ പേര് നിത്യനായവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാ യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ മഹാദൈവം എന്ന് പറയുന്നത്. അല്ലാതെ കൂനിയെ പിടിച്ച് നിവർത്തിയത് കൊണ്ടോ, ലാസറിനെ പുറത്താക്കിയത് കൊണ്ടോ, കുരുടന് കാഴ്ച കൊടുത്തത് കൊണ്ടോ, ചെകിടന് കേൾവി കൊടുത്തത് കൊണ്ടോ, മുടന്തനെ ചാടുമാറാക്കിയത് കൊണ്ട് മാത്രം മഹാനായതല്ല. ദൈവത്വത്തിൻ്റെ സമ്പൂർണതയിൽ മഹാനാണ് എൻ്റെ കർത്താവ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊലോസ്യ ലേഖനം 1:17 1-ാമത്തെ വാചകം മാത്രം പോരാ, 2-ാമത്തെ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. കൊലോസ്യർ 1:17 എടുത്തോ? പുസ്തകമൊക്കെ മുദ്രയിട്ട് വെച്ചേക്കാണോ? അല്ല, തുറന്നിട്ടുണ്ടല്ലേ, മുദ്ര പൊട്ടിച്ചു. 1:17 വാക്യം നോക്കി എൻ്റെ 2-ാമത്തെ വരി ഒന്ന് നോക്കിക്കേ. അവൻ സർവത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സർവത്തിനും. നമ്മുടെ ആധാരം കർത്താവിനാണെന്ന് എത്ര പേര് വിശ്വാസമുണ്ട്? വസ്തുവിൻ്റെ ആധാരം പ്രമാണമൊക്കെ പെട്ടിയുടെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ? എവിടെയെങ്കിലും എവിടെ? നമ്മുടെ പെട്ടിക്കകത്തൊന്നുമില്ല. ആധാരം ബാങ്കിലാണ്, ബാങ്കിൻ്റെ ലോക്കറിലാണ് മിക്കവാറും എല്ലാം. മനസ്സിലായോ? എന്നാലും അവിടെ സേഫ് ആണല്ലോ, കുഴപ്പമില്ല, ഇരിക്കട്ടെ അവിടെ. എത്രയും വേഗം അത് നിങ്ങളുടെ കൈകളിൽ എത്താൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. പക്ഷേ കുഞ്ഞിൻ്റെ കല്യാണത്തിന് വേണ്ടി, മോൻ്റെ പഠനത്തിന് വേണ്ടി, മോനെ അവിടോട്ട് അയക്കാൻ വേണ്ടി വേറെ നിർവാഹമില്ലാതെ വന്നപ്പോൾ ഇതെടുത്ത് വെച്ച് ഞങ്ങൾ കാശെടുത്തതാണ്. അതിപ്പോൾ അവിടെ സേഫായിട്ടിരിക്കുക, കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ തന്നെ ഇരിക്കുക. പക്ഷേ വസ്തുവിൽ താമസിക്കുമ്പോൾ ആധാരം നമ്മുടെ കയ്യിൽ തന്നെ വേണം. അത് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എനിക്ക് ചവിട്ടി നിൽക്കാൻ തന്ന ഈ മണ്ണിൻ്റെ ആധാരം വേറെ എങ്ങുമാകാൻ പാടില്ല, അത് എൻ്റെ കയ്യിൽ തന്നെ വേണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തെങ്കിലും അത് എത്രയും വേഗം എന്നിലേക്ക് മടങ്ങി വരണം. കാരണം എൻ്റെ ആധാരം നിൻ്റെ കയ്യിലാണല്ലോ എന്ന് പറയണം. ഈ കൊലോസ്യ ലേഖനം 1:17 സകല മമ്മിമാരും സകല പപ്പമാരും ആധികാരികമായി ഏറ്റെടുക്കണം. മാത്രമല്ല കുഞ്ഞുങ്ങളെല്ലാവരും പഠനകാലം ഉപജീവനത്തിൻ കാലത്തിലൊക്കെ എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാവരും കേൾക്കണം. എൻ്റെ
ആധാരം എൻ്റെ കർത്താവിൻ്റെ കയ്യില്ല. കൊലോസ്യലേഖനം 1:17 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യില്ല. ഞാനതിനെ 1, 2, 3, 4 അക്കമിട്ട് പറയാം. എൻ്റെ ആയുസിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് നിന്റെ വീടിൻ്റെ മുറ്റത്ത് മരണപ്പന്തൽ ഉയരുമെന്ന് ശത്രു കൂടെ പറയുമ്പോഴും ഞാൻ തട്ടിപ്പോകുമായിരിക്കും മിക്കവാറും എന്ന് മരണവിചാരം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആകെയുള്ള ഷെയ്പ്പിന് മാറ്റം വരുത്തുമ്പോഴും തൻ്റെ അടുത്തോടെ പറയണം, എൻ്റെ ആയുസിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. പിശാചേ, നീ മന്ത്രിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകത്തില്ല. എന്നെ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവസഭയെ കൊണ്ട് എനിക്ക് ചില ഗുണങ്ങൾ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഈ ദേശത്ത് ചില കാര്യങ്ങളുടെ ചെയ്ത് തീർത്തേ പോകുള്ളൂ. നീ പറയുന്നത് പോലെ മരണം എൻ്റെ മുമ്പിൽ നീ നൃത്തം ചെയ്യിച്ചാലും എൻ്റെ ആയുസിൻ്റെ ആധാരം എൻ്റെ കർത്താവിൻ്റെ കയ്യില, മഹാദൈവമായവൻ്റെ കയ്യില എൻ്റെ ആധാരം. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? മരിച്ചുപോയി ഇനി ഇല്ല എന്ന് വരെ നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആധാരം കയ്യിലുള്ളവൻ ഇന്ന് രാത്രിയിലും ഈ കസേര കൊണ്ടുവന്ന് ഇരുത്തി നമ്മളെ. കൊറോണ വന്ന് പലരെയും ഒഴുക്കിക്കൊണ്ടുപോയപ്പോഴും നമ്മളെ ബാക്കിയാക്കിയത് നമ്മൾ ഉപയോഗിച്ച സാനിറ്റൈസറിൻ്റെ പ്രത്യേകതയല്ല, നമ്മൾ വെച്ച മാസ്കിൻ്റെ പ്രത്യേകതയല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് കൊണ്ടൊന്നുമല്ല. ആണോ? അല്ലല്ല. പക്ഷേ കർത്താവ് നമ്മെ കാത്തത് കൊണ്ടാണ്. കൊറോണ വന്നവരാണല്ലോ പലരും, ഞാൻ അടക്കം കൊറോണ വന്നവരാ ഇവിടെ ഉള്ളവരൊക്കെ. എന്നിട്ട് നമുക്ക് ഈ കൺവെൻഷനിലും കൂടെ രാജേഷ് പാസ്റ്റർ നടത്തിയ ഈ കൺവെൻഷനിലൂടെ വന്നു ചേരാൻ നമുക്ക് അവസരം കർത്താവ് തന്നല്ലോ. അതിൻ്റെ കാരണം ആയുസിൻ്റെ ആരോഗ്യം കർത്താവിൻ്റെ കയ്യിലായിരുന്നു. ചിലതുകൂടെ നീ കാണാനുണ്ട് കേട്ടോ പപ്പ, താങ്കൾ ചിലതുകൂടെ അറിയാനുണ്ട്, ചിലതുകൂടെ കാണാൻ, ചിലതുകൂടെ അനുഭവിക്കാനുണ്ട്. മക്കളെ അങ്ങ് വിദേശത്ത് നിന്ന് കേൾപ്പിക്കുന്ന ചില ഫോൺ കോളുകളൂടെ നീ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. മമ്മി ഞാൻ ജർമ്മനിയിൽ നിന്ന്, മമ്മി ഞാൻ ലണ്ടനിൽ നിന്ന്, മമ്മി ഞാൻ മെൽബണിൽ നിന്ന് വിളിക്കുക. ഞാൻ ചിലത് അയച്ചിട്ടുണ്ട് കേട്ടോ, അതങ്ങോട്ട് കൺവെർട്ട് ചെയ്തെടുത്തോണേ, അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിച്ചോണേ എന്നൊക്കെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് നിന്റെ ചെവിക്കകത്തേക്ക് ചില സന്ദേശം കേൾക്കാനും കൂടെ ആയുസിന്റെ ആരോഗ്യം നീട്ടിത്തന്ന് അതിന്റെ ആധാരമായ കർത്താവ് നമ്മെ പുലർത്തുന്നെന്ന് ഞാൻ പറയുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ. ഹല്ലേലൂയ. നമ്മൾ മരിച്ചൊന്ന് കിടക്കുന്നതും വെള്ള പുതച്ച് ഒന്ന് കിടക്കുന്നതും അടുത്ത് വന്നൊരു അനുശോചനം പറയാനൊക്കെ കൊതിച്ച കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സ്തോത്രം. ആ കൊതിയെയൊക്കെ ദൈവം മാറ്റിയിട്ട് നമ്മളെ അവരുടെ മുമ്പിലൂടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ആയുസിന്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ആയുസിന്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ ആരോഗ്യത്തിന്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇനി എഴുന്നേക്കത്തില്ല, ഇനി പൊങ്ങത്തില്ല, ഇനി അവനെ കൊണ്ട് ഗുണമില്ല, ഇനി അവൾ പ്രസംഗിക്കത്തില്ല, ഇനി അവൾ പോകത്തില്ല എന്നൊക്കെ നമ്മളെക്കുറിച്ച് ആക്ഷേപം പറയുന്നവരുണ്ട്. പക്ഷേ ആരോഗ്യം വൈദ്യൻ്റെ കയ്യിലല്ലെന്ന്. ആരോഗ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ കയ്യിലല്ല. നിംസിലും കിംസിലും മിംസിലും ഒന്നുമല്ല നമ്മുടെ ആരോഗ്യം. മെഡിക്കൽ കോളേജുകളൊന്നുമല്ല. എൻ്റെയും നിൻ്റെ ആരോഗ്യം അവൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ആ രക്തത്താൽ കഴുകപ്പെട്ട് എൻ്റെയും നിൻ്റെയും ആരോഗ്യം അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. വിശ്വസിക്കുന്നവരെ ആരോഗ്യത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മുടെ ആരോഗ്യത്തിന്റെ ആധാരം. യെസ്, ആരോഗ്യത്തിന്റെ ആധാരം കൂടെ കയ്യിൽ സൂക്ഷിക്കുന്നവനെ മഹാദൈവം എന്നല്ലാതെ എന്തോ വിളിക്കണം? ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി ഇവിടെ. ഞാൻ പറയാം, എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ആദരിക്കുന്ന ഒട്ടനവധി യോഗങ്ങൾക്ക് എനിക്കവസരം നൽകിയിട്ടുള്ള സംഘാടകരടക്കം ഒത്തിരി ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ഞാൻ പറയട്ടെ പ്രിയരെ, നമ്മുടെ ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അവൻ്റെ പ്രസംഗം തീർന്നു എന്ന് ചിന്തിച്ച ചില ആളുകളുണ്ട്. അവനിനി മുൻപോട്ട് വരത്തില്ല, ഇതോടെ അവസാനിച്ചു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇതുവരെ ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ല പ്രസംഗം ഇനി ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? ഇതുവരെ വിളംബരം ചെയ്തതിനേക്കാൾ ഉജ്ജ്വലമായ ചിന്തകൾ, ഇതുവരെ കൈകാര്യം ചെയ്തതിനേക്കാൾ ദൈവശാസ്ത്രത്തിൻ്റെ മഹിമയുള്ള കാര്യങ്ങൾ ഇനിയും താങ്കൾ പറയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ എത്ര ദൈവദാസന്മാർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും ഇന്ന് രാത്രി? കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ ശുശ്രൂഷയുടെ ആധാരം. ഒരു വരച്ചങ്ങോട്ട് ഇട്ടിട്ട് ഇതിന് ഇപ്പുറത്തോട്ട് നീ കയറരുതെന്ന് പറഞ്ഞ് വാദമുന്നയിക്കുന്ന ദേശത്തിൻ്റെ ചില പോരുകളുണ്ട്. നീ പ്രവർത്തിച്ചോ, പക്ഷേ ഇതിനപ്പുറത്തോട്ട് നീ പോകണ്ട, ഇതിനങ്ങേ തലയ്ക്കലേക്ക് നീ പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് നിന്നെ പരിമിതിക്കകത്താക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രത്തോട് പറ, എൻ്റെ ശുശ്രൂഷയുടെ ആധാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇനിയും വിശാലതയുണ്ട്, ഇനിയും എൻ്റെ ശുശ്രൂഷയ്ക്ക് വലിയ വ്യാപകത്വമുണ്ട് എന്ന് ഏറ്റെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ, ആ കരം അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ. യെസ്, ആധാരം കയ്യിലുള്ള കർത്താവ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ
കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? എൻ്റെ മോൻ എങ്ങും എത്തത്തില്ല, എൻ്റെ മോൾ എങ്ങും എത്തത്തില്ല, അവിടെ ഭാവി വല്ലാതെയായിപ്പോയി എന്നൊന്നും വിചാരപ്പെടേണ്ട കാര്യമില്ല. ഉദരഫലത്തെ തന്നത് കർത്താവാണെങ്കിൽ അവരുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. സർവത്തിൻ്റെയും ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. വിശ്വസിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിക്കോണം. അവരുടെ പഠനം, അവരുടെ ഭാവിയൊക്കെ കർത്താവിൻ്റെ കൈകളിലാണ്. സ്തോത്രം. ലോകത്തിൻ്റെ തിന്മകളും വക്രതയിലേക്കൊന്നും നമ്മുടെ തലമുറ പോകാതിരിക്കേണ്ടതിന് കർത്താവിൻ്റെ ഒരു സൂക്ഷ്മത അവരുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒന്നല്ല 2-3 കാര്യം. അതിനെ ഞാൻ ഒരുമിച്ച് പറയാം. 1, അവരുടെ മുമ്പിൽ പെന്തക്കോസ്തിൻ്റെ മാതൃക കളയരുത്. 2, അവർക്ക് വേണ്ടി ഉപവസിച്ച് കരഞ്ഞോണം, കണ്ണുനീരൊഴുക്കിക്കോണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. കണ്ണുനീരിൻ്റെ ആ വേലിക്കെട്ട് കടന്ന് നിൻ്റെ കുഞ്ഞെങ്ങും അപ്പുറത്ത് പോകത്തില്ല. അവരും നമുക്കൊരുമിച്ച് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഒത്തിരി ദൈവദാസന്മാർ പ്രായമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഇവിടെയുണ്ട്. ഞാൻ സാധാരണ പറയുന്നൊരു ചിന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കുകയാണ്. 85-ലധികം വർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തൊരു ദൈവദാസൻ. ആ അഭിമാനം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകനായിരുന്നു, ന്യായാധിപനായിരുന്നു, പുരോഹിതനായിരുന്നു. കണ്ടോ, പ്രവാചകൻ, ന്യായാധിപൻ, പുരോഹിതൻ. 85 കൊല്ലത്തിലധികം അങ്ങനൊരു മനുഷ്യൻ ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഭൂമിക മുഴുവനും നടന്ന് ന്യായപാലനം ചെയ്യുന്നവൻ. അങ്ങ് മഹാസമുദ്രം മുതൽ മഹാമരുഭൂമി വരെയുള്ള കിഴക്ക് പടിഞ്ഞാറ് ദൂരം താണ്ടി സകല ഗോത്രങ്ങളിലൂടെ യാത്ര ചെയ്ത് സകല ഗോത്രങ്ങൾക്കും അവകാശഭൂമിയായി വീതിച്ചു കൊടുത്ത ഭൂമികയിലൂടെ യാത്ര ചെയ്യുന്ന സൗമ്യനായ അനുഗ്രഹീത ആത്മിക പാണ്ഡിത്യമുള്ള ന്യായപ്രമാണത്തിൻ്റെ ആളത്വമായ അനുഗ്രഹീത ദൈവദാസൻ ശമൂവേൽ. മഹാപുരോഹിതനാ, പ്രവാചകനാ, ന്യായാധിപനാ. 3 തട്ടകങ്ങളിൽ ഒറ്റയാൾ ശോഭിച്ചത് ശമൂവേൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓരോരോ മണ്ഡലങ്ങളിൽ നിന്നിട്ടുള്ളതേ ഉള്ളൂ. ശമൂവേൽ ഇത് 3 85-ലധികം കൊല്ലങ്ങൾ അദ്ദേഹം ഇങ്ങനെ വിശ്വസ്തമായിട്ട് ശുശ്രൂഷ ചെയ്തു. ഏറ്റവും ഒടുവിൽ വൃദ്ധനായപ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം ഞാൻ ഹോംവർക്ക് തന്നു വിടാം, വീട്ടിൽ ചെന്ന് വായിക്കണം. ഇപ്പോൾ ആരും വായിക്കരുത്. അതിന് 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: നീ വൃദ്ധനായി, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? കർത്താവിൻ്റെ വേല ഒത്തിരി കാലമായി ചെയ്തിട്ട് മക്കൾ ഏതുവഴിയെന്ന് ചോദിച്ചാൽ തലചൊറിഞ്ഞ് നിൽക്കേണ്ട ഗതികേടുണ്ടാകരുത്. എൻ്റെ പുസ്തകത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി, എൻ്റെ സന്ദേശത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി എൻ്റെ മോൻ, എൻ്റെ മോൾ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി അവർ IAS കാരോ IPS കാരോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അംബാനിയും അദാനിയും ഒക്കെ പിന്നിലാക്കുന്ന വമ്പൻ ബിസിനസ്സുകാരോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതൊന്നും ദോഷമുള്ള കാര്യമല്ല. അപ്പനെ പോലെ ഉപദേശിയാകാൻ, അമ്മയെ പോലെ പ്രവാചികയാകാൻ, അമ്മയെ പോലെ ശുശ്രൂഷയിലാകാനൊന്നും ഒരു പക്ഷേ എല്ലാ പിള്ളേർക്കും കഴിഞ്ഞെന്ന് വരില്ല. അവർ വേറെ തലം തേടിപ്പോകാം. പക്ഷേ അഭിഷേകത്തിൽ നിന്നോണം അവരൊക്കെ. അഭിഷേക ജീവിതം, പെന്തക്കോസ്തിൻ്റെ സംസ്കാരം കളഞ്ഞു കുളിക്കരുത്. പഠിക്കാൻ വിട്ട് ബാംഗ്ലൂരും പൂനെയിലും താനയിലും മുംബൈയിലും കൊൽക്കത്തയിലും ദില്ലിയിലും വിശാഖപട്ടണത്തും വിജയവാഡയിലും ഒക്കെ ചെന്നിട്ട് പെന്തക്കോസ്തിനെ പണയപ്പെടുത്തി, ആത്മീയതയെ പണയപ്പെടുത്തി മറുകണ്ഠം ചാടരുത് നമ്മുടെ പിള്ളേരാരും. അവരൊക്കെ പ്രാർത്ഥിക്കുന്ന മമ്മിയെ പോലെ പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവസഭയ്ക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ച് നിൽക്കുന്ന അപ്പനെ പോലെ, വേദികളിൽ ശോഭിച്ച് നിൽക്കുന്ന അപ്പനെ പോലെ, ദൈവസഭയുടെ മുമ്പിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ പോലെ തലമുറയും അങ്ങനെ നിൽക്കാൻ കഴിയണമെങ്കിൽ കണ്ണുനീർ ഇൻവെസ്റ്റ് ചെയ്തോണം അവർക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഈ വാചകം നമ്മൾ കേൾക്കല്ലേ, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല, അത് കേൾക്കാൻ പാടില്ല. വേറപ്പച്ചൻ ശമൂവേൽ എന്ന് പറയുന്ന 85-കാരൻ ഈ വാചകം ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനേക്കാൾ പ്രായമുള്ള വേറൊരപ്പച്ചനുണ്ട്, ഇശായി എന്നാണ് പേര്. ഇശായിയുടെ അരികിലേക്ക് ശമൂവേലിനെ ദൈവം അയച്ചിട്ട് ഇശായിയോട് പറയുന്നൊരു വാചകമുണ്ട്. അത് ഭയങ്കര സുഖം തരുന്നൊരു വാചകം. ഈ ശമൂവേൽ എന്ന അപ്പച്ചൻ കേട്ടത് നീ വൃദ്ധനായി, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. പക്ഷെ ഇശായി കേൾക്കുന്ന വാക്യം എന്താണെന്നറിയാം? ഇശായി കേൾക്കുന്ന ദൈവാലോചന എന്താണെന്നറിയാമോ? നിന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ നടത്താൻ ഒരു രാജാവിനെ ഞാൻ നിന്റെ മക്കളിൽ കണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളിൽ ദൈവം നോക്കിയാൽ ആരെ കാണുമെന്നുള്ളതിനെ കുറിച്ച് ഉറപ്പുണ്ടാക്കിക്കോണം. ഒരു താല്ലിപ്പൊളിയെ കാണരുത്, ഒരു ധാർഷ്ട്യക്കാരനെ, ധിക്കാരിയെ, താൻപോരിമക്കാരനെ, അഹങ്കാരിയെ, അഹന്തയുള്ള മോളെ കാണരുത്. പകരം വിധേയത്വം, വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനതയൊക്കെയുള്ള നിർമ്മലത്വവും നിഷ്കളങ്കതയും സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞിനെ നിന്റെ മക്കളിൽ ഞാൻ കാണുന്നു. ഞാൻ അവളെ എനിക്ക് വേണ്ടി എടുക്കാൻ പോവുകയാണ്. ഞാൻ അവനെ എൻ്റെ വേദി കയറ്റാൻ പോവുക.
എന്ന മാതാപിതാക്കൾ കേൾക്കാൻ കഴിയത്തക്ക നിലയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിക്കോണം. ഈ പ്രസംഗം ഇവിടെ നടക്കുമ്പോഴും മടിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വെച്ച് അവകാശം പറഞ്ഞോണം, എനിക്ക് പകരം ആത്മീയതയുടെ പിന്തുടർച്ചക്കാരായി നിൽക്കാൻ. അത് ഏറ്റവും അത്യാവശ്യമാണെന്ന്. നമ്മുടെ കാലത്ത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ കാലത്ത് നമ്മൾ വമ്പൻ താരങ്ങളെ നിൽക്കുകയും തലമുറ എങ്ങാണ്ടൂടെ പോവുകയും ചെയ്തു പോയാൽ അബദ്ധമാണത്. നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിലാകണം. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? അത് പറ്റാതെ വന്നാൽ നമ്മൾ ചെയ്തതൊക്കെ വ്യർത്ഥമാകും. നമുക്ക് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഏതാണെന്നറിയാമോ? രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചകത്വത്തിൻ്റെ അഭിഷേകം. ഈ 3 അഭിഷേകങ്ങൾ 3 പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഇത് 3 ഒന്നായി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. പഴയ നിയമത്തിലെ പ്രവാചക അഭിഷേകത്തിന് പിന്തുടർച്ചയുണ്ടെന്ന്. ഒരു പ്രവാചകൻ അവന്റെ മേൽ പ്രാപിച്ച അഭിഷേകം അവനായിട്ട് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. ആ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് അവനോട് ദൈവം പറയുന്നു, നീ നിനക്ക് പകരം, ആ പദം ഉപയോഗിച്ചോണം, നീ നിനക്ക് പകരം ഏലീശായെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞ പ്രവാചക ശുശ്രൂഷ പിന്തുടർച്ചയുള്ളതാ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയും? ആദ്യത്തെ അഹരോൻ പൗരോഹിത്യ ശുശ്രൂഷയാ അഹരോനെ ദൈവം ഏൽപ്പിച്ചത്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അഹരോനോട് പറയുന്നു, നീ നിനക്ക് പകരം നിന്റെ മകൻ എലയാസറിനെ അഭിഷേകം ചെയ്തോണം അടുത്ത പുരോഹിതനായി. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എന്തോ ഉണ്ടെന്ന് പറ. കമോൺ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എന്തോ ഉണ്ട്? പകരം ആളുണ്ടെന്ന്. മനസ്സിലായോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. അവിടെ പറയുന്നു, ദാവീദിന് പകരം ശലോമോൻ രാജാവായി അഭിഷേകം പ്രാപിച്ചു. അപ്പം രാജകീയ ശുശ്രൂഷയ്ക്കും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കും പ്രവാചക ശുശ്രൂഷയ്ക്കും പിന്തുടർച്ച ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 3 കൂടെ ഒരുമിച്ച് നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ നമുക്ക് പകരം ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മുടെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരായി ചിലരുണ്ടാകണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, അത് ബോധ്യമാകുന്നവരും അത് അംഗീകരിക്കുന്നവരും കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഞാൻ പറഞ്ഞു വന്ന ചിന്തയിൽ നിന്ന് വഴിമാറിപ്പോകുന്നില്ല. തലമുറയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? മുട്ടിത്തട്ടി വീണ് തകർന്ന് തരിപ്പണമായി ലോകത്തിൻ്റെ തിന്മകളിലേക്ക് കാണ്ടുപോകത്തില്ല നിന്റെ തലമുറ. പ്രാർത്ഥിച്ചാൽ മതി, കണ്ണുനീരിൻ്റെ മകൻ നഷ്ടപ്പെടത്തില്ല, കണ്ണുനീരിൻ്റെ മകൾ നഷ്ടപ്പെടത്തില്ല. നീ പ്രാർത്ഥിച്ച മാത്രം മതി, കർത്താവ് അവരെ കൊണ്ടുവരും. ചുമ്മാ കയറി വരുന്ന ഏതെങ്കിലും ആലോചനയുടെ മുമ്പിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് കെട്ടിച്ചു വിടാനൊന്നും നിൽക്കരുത്. കർത്താവിനോട് ചോദിച്ച് ആത്മാവിൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ച് വേണം. അങ്ങനെ വരുമ്പോൾ തലമുറയെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ 1:17 പറയുന്നത്, നിന്റെ തലമുറയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്, എല്ലാറ്റിൻ്റെയും ആധാരം. അപ്പോൾ യേശു എന്ന മഹാദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ വിധമായ വിചാരങ്ങളൊക്കെ ഉണ്ട്. തീത്തോസ് 2:12 പറയുന്നത് അവൻ മഹാദൈവമാണ് എന്ന്. അപ്പോൾ റോമാലേഖനം, കൊലോസ്യ ലേഖനം, തീത്തോസിൻ്റെ ലേഖനത്തിലൊക്കെ യേശുവിൻ്റെ ദൈവത്വത്തെ ഇത്ര ഉജ്ജ്വലമായി അവതരിപ്പിക്കുന്ന പൗലോസിൻ്റെ ദൈവശാസ്ത്ര ചിന്ത വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ മുൻപോട്ട് അധികം പോകാൻ പറ്റില്ല. രണ്ടാമത്തെ ചിന്ത മഹാരക്ഷയാണ്. ഈ മഹാദൈവം ഒരുക്കിയ രക്ഷ മഹാരക്ഷയാ. എന്താ മഹാരക്ഷ എന്ന് പറഞ്ഞാൽ? വേറെ ഒരു ദൈവത്തിനും തരാൻ കഴിയാത്തത് ഈ രക്ഷ. മനസ്സിലാകുന്നുണ്ടോ? 11-ാമത് വാക്യം നോക്കിക്കേ. നമ്മൾ വായിച്ച കുറിവാക്യത്തിലെ 11-ാം വാക്യം, തീത്തോസ് 2:11, സകല ജനതയ്ക്കും സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അതിലെ സകല മനുഷ്യരെന്നൊക്കെ ഉള്ളതിന് അടിയിൽ വര കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ യോഗം നടക്കുന്ന ശബ്ദപരിധിക്കകത്ത് ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയും, താങ്കളുടെ ജാതിയോ മതമോ നിറമോ കുലമോ വർഗമോ വർണ്ണമോ സംഘടനയോ സമുദായമോ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയോ താങ്കൾ നെഞ്ചകത്തിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ചിഹ്നമോ സമ്മതിദാനാവകാശം ആഞ്ഞുകുത്താൻ വേണ്ടി താങ്കൾ തിരഞ്ഞെടുത്ത ചിഹ്നമൊന്നും ഇവിടെ വിഷയമല്ല. അതേതുമായിക്കോട്ടെ, അതൊക്കെ താങ്കളുടെ സ്വാതന്ത്ര്യത്തില്. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. ഒരുവൻ ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആ രക്ഷ സാധാ രക്ഷയല്ല. കാശ് കൊടുത്താൽ കിട്ടുന്നതോ മല കയറിയാൽ കിട്ടുന്നതോ യാഗയോഗ കർമ്മകാണ്ഡങ്ങളിലൂടെ കിട്ടുന്നതോ ചെരുപ്പണിഞ്ഞോ ചെരുപ്പിടാതെയോ പദയാത്ര ചെയ്യുന്നതിലൂടെ കിട്ടുന്നതോ ഒന്നുമല്ല. വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞോ തുണി അണിയാതെയോ ചെയ്തു കൂട്ടുന്ന കർമ്മകാണ്ഡങ്ങളിലൂടെ നേടാവുന്ന രക്ഷയല്ല. അതുകൊണ്ടാണ് ഈ രക്ഷയ്ക്ക് മഹാരക്ഷ എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാരക്ഷ ഇതാ, സകല ജനത്തിനും ഏവർക്കുമുള്ള രക്ഷാകര പദ്ധതി. അതെങ്ങനെയാ സാധ്യമായത്? ആ രക്ഷാകര പദ്ധതി സാധ്യമാക്കേണ്ടതിന് എൻ്റെ യേശു ചെയ്ത അനുഗ്രഹീതമായിരിക്കുന്ന ചില നടപടികളുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ പ്രാമുഖ്യമുള്ള
പ്രാധാന്യമുള്ള സംഭവങ്ങൾ 1, 2, 3, 4 എന്ന് അക്കമിട്ട് ഞാൻ പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് എൻ്റെ യേശുവിൻ്റെ തിരുവവതാരമാണ്. രണ്ടാമത്തേത് യേശുവിൻ്റെ പരമയാഗമാണ്. മൂന്നാമത്തേത് യേശുവിൻ്റെ പുനരുദ്ധാനമാണ്. നാലാമത് യേശുവിൻ്റെ സ്വർഗാരോഹണമാണ്. കണ്ടോ, ഈ 4 കാര്യങ്ങളെ കൃത്യതയോടുകൂടെ സംവിധാനം ചെയ്ത് എൻ്റെ യേശു സാധിച്ചെടുത്തത് രക്ഷാകര പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവൻ ആടിനെ യാഗമർപ്പിക്കുന്നു, കാളക്കുറ്റനെ യാഗമർപ്പിക്കുന്നു, കുറുമ്പ്രാവിനെ യാഗമർപ്പിക്കുന്നു. സാധാരണ ഗതികെട്ട ഒരു പൗരനാണെങ്കിൽ അന്ന് അവന് തിന്നാനുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് നിർമ്മലമായി അതിനെ അരിച്ചെടുത്ത് പരുവപ്പെടുത്തി ഭോജനയാഗമായി കൊണ്ടർപ്പണം ചെയ്യുന്നു. അങ്ങനെ യാഗങ്ങളുടെ വ്യത്യസ്തതകളും വ്യതിരക്തതകളും പലതും ചിലതുമായിരിക്കെ ആ യാഗങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് എൻ്റെ യേശു ഈ പാർത്ഥലത്തിൽ തിരുവവതാരം ചെയ്ത് തൻ്റെ ദേഹം നമുക്ക് വേണ്ടി യാഗമാക്കുകയായിരുന്നു. ആ യാഗത്തിലൂടെ സാധ്യമാക്കിയത് മഹാരക്ഷയാണ്. ആ രക്ഷ പ്രാപിച്ച ദൈവമക്കൾക്കൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ആ രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടമാണ് ഈ കസേരയിലിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ രക്ഷയ്ക്ക് 5 പൈസ നമ്മൾ മുടക്കിയില്ല. പിന്നെ ചെയ്തതൊന്നേ ഉള്ളൂ, എന്താ? അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. തിരുവവതാരം, പരമയാഗം, പിന്നെ പുനരുദ്ധാനം, ഈ 3 കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ കാതലായ സംഗതികൾ, അടിസ്ഥാന വിഷയങ്ങൾ. യേശു തിരുവവതാരം ചെയ്തു. യേശു അവതാര പുരുഷന്, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ജീസസ് എന്നുള്ളത് ദൈവമായിരുന്നവൻ ആ പരമോന്നത സ്ഥാനം വെടിഞ്ഞ് പരിത്യാഗം ചെയ്തു എന്ന് നാം അറിയാതെ പോകരുത്. ദൈവമായിരുന്നവൻ ദൈവത്വം മാറ്റിവെച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, സെൽഫ് ഡിനയൽ, ദ എംഡിങ് ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ്. അതിനാണ് കനാസിസ് ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ വേദപണ്ഡിതാക്കന്മാർ പറയുക. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ അങ്ങ് 8 വരെയുള്ള വേദഭാഗങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പൗലോസ്. അക്ഷരം കൊണ്ട് വരച്ചു കാട്ടുകയാണ് പൗലോസ്. അതാണ് രക്ഷാകര ദൗത്യത്തിൻ്റെ മഹത്തായ പദ്ധതി, ആ അവതാരമാണ്. അങ്ങനെ അവതരിച്ച കർത്താവ് 33.5 വർഷം പാർത്തലത്തിൽ കുറ്റമില്ലാതെ തെറ്റില്ലാതെ അങ്ങനെ ജീവിച്ചു. മരണമെത്തുന്ന നേരത്തും അവനെ വിസ്തരിച്ചവ നാടുവാഴി. നിയമത്തിൻ്റെ അവസാന വാക്കായ പീലാത്തോസ് വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ ഒരൊറ്റ അവതാര പുരുഷനെ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ പാടുന്ന പ്രസംഗിക്കുന്ന യേശു മാത്രമാ. ആർക്കും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ജീവിതം. കഴിയാത്തതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിദഗ്ധമായി ഒളിപ്പിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ്റെ ജീവിതം സുതാര്യമായിരുന്നു. പോക്കും വരവും ഇടപാടുകളും വാക്കും വാചകങ്ങളും പ്രവൃത്തികളും എല്ലാം സുതാര്യമായിരുന്നു. തൊട്ടുമുട്ടി ഉരുമി ചാരി ഒരഞ്ഞ് നടന്നവർക്കൊന്നും യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും പറയാനുണ്ടായിരുന്നില്ല. കണ്ണിലെണ്ണയും ഒഴിച്ച് കുറ്റം കണ്ടുപിടിക്കുവാൻ കൂടെ മുട്ടി നടന്ന ഒത്തിരി ശാസ്ത്രിമാരും എസന്യരും എരിവുകാരും ശാസ്ത്രിമാരയച്ച ചേവകരടക്കം ഒത്തിരി ഉണ്ട്. ചേവകരെന്നൊക്കെ പറഞ്ഞാൽ കേട്ടില്ല, ഇന്നലെ രാത്രി ആലയത്തിൻ്റെ പോലീസാണ്, ആത്മീയതയുടെ തട്ടകത്തിലുള്ള പോലീസ് സേനയാണ്. അവരൊക്കെ പിന്നാലെ നടന്നിട്ടുണ്ട്, വാക്കിൽ പിടിക്കുക, പ്രവൃത്തിയുടെ പഴുത് കണ്ടെത്താൻ. പക്ഷേ ആർക്കും ഒരു കുറ്റവും കാട്ടിക്കൊടുക്കാൻ പറ്റിയില്ല. യേശു തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് യേശുവിനെ പ്രസംഗിക്കാൻ എന്നെ കവലയിൽ ഇറക്കിയത്. വളരെ ചെറുപ്പത്തിലെ കവല പ്രസംഗിയായി ഇറങ്ങിയത് ഞാൻ എൻ്റെ അപ്പനോടുകൂടെ. എൻ്റെ അപ്പനൊരു നല്ല പരസ്യോഗ പ്രസംഗകനായിരുന്നു. ആ കൂട്ടത്തിൽ ഇറങ്ങിയ ആളാണ് ഞാൻ. കവല പ്രസംഗിക്കുന്ന എനിക്ക് ഇന്നും ഇഷ്ടം. അതുപോലെ സുഖമുള്ള ഒരു ഏർപ്പാട് വേറെയില്ല. ഒമ്പട ഞാൻ എന്നുള്ള പരുവത്തിൽ മീശയൊക്കെ പിരിച്ച് കയറ്റിക്കുത്തി അങ്ങനെ നിൽക്കുന്ന ചേട്ടന്മാർ കവലയിൽ ഇങ്ങനുണ്ട്. അവരെ മീശ പിരിക്കുന്ന പിരിയൊക്കെ കണ്ടാൽ നമ്മുടെ സകല പോയിന്റും മറന്നുപോകും. ആ ചുവന്ന കണ്ണും ആ നോട്ടവും ഒക്കെ കണ്ടാൽ. എന്നാലും കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് തുടങ്ങുമ്പം കർത്താവ് കൃപ തരും. പ്രസംഗം അങ്ങനെ കത്തിക്കേറുമ്പം കയറ്റിക്കുത്തിയ മടിക്കുത്തൊക്കെ അഴിച്ചിട്ട് വട്ടക്കെട്ടിയ ആ തോർത്തൊക്കെ അഴിച്ച് കുടഞ്ഞ് തോളിലിട്ട് ഭവ്യതയോടെ പിന്നിങ്ങനെ നിൽക്കും. പുലിയെപ്പോലെ നിന്നെ, സിംഹത്തെ പോലെ ചാടി വീഴുമെന്നുള്ള പരുവത്തിലാണ് നിന്നെ. ഒരു കവലെ പ്രസംഗിച്ചപ്പം മീശയൊക്കെ പിരിച്ച് ഞാൻ പിടിച്ച പിടിമുറ്റാത്ത ഒരു ചേട്ടൻ എൻ്റെ അരികെ വന്നിങ്ങനെ മൂട്ടി നിൽക്കുകയാണ്. മനസ്സിലായോ? ഞാൻ ഓർത്ത് അടി കിട്ടിയത് തന്നെ ഉറപ്പായി. ഈ മൈക്രോഫോൺ പിടിച്ച് വാങ്ങിച്ച് പുള്ളി തറയിൽ അടിച്ചിട്ട് എന്നെ പൊക്കിയെടുത്ത് തറയിൽ അടിക്കുമെന്ന് എനിക്ക് തോന്നി. അതുപോലെ കൂടെ പുള്ളി എന്നെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ചാരായം കുടിച്ചാൽ അകത്തെ അവയവ വ്യവസ്ഥിതികളുടെ പ്രവർത്തനക്ഷമത നഷ്ടമാകും, ശ്വസനേന്ദ്രിയ വ്യവസ്ഥിതി താറുമാറലാകും, രക്തചംക്രമണ വ്യവസ്ഥിതി അന്യാധീനമാകും, പ്രത്യുൽപാദന വ്യവസ്ഥിതി അപകടത്തിലാകും, ദാമ്പത്യ ജീവിതം താറുമാറാകുമെന്നൊക്കെ ഞാൻ അറിയാവുന്ന ഭാഷയിലൊക്കെ തകർത്ത് പ്രസംഗിക്കുമ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ മൂട്ടി നിൽക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി പതിയെ മാറി. ഞാൻ നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെ ആകപ്പാടെ അധൈര്യപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ അധൈര്യപ്പെടാതെ
കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പം സംഗതി മനസ്സിലായി, ഇതിവിടെ യേശത്തില്ല. പുള്ളി അല്പം മാറി നിന്ന് പിന്നെ ഭവ്യതയോടെ നിന്നു. ഒടുവിൽ ഞാൻ ഇങ്ങനെ പറയാം, അദ്ദേഹം പ്രസംഗമൊക്കെ ഞാൻ കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സന്ദേശത്തിന് വിരാമമിടുകയോ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത സമയത്ത് ഞങ്ങൾ വീണ്ടും ഇവിടെ എത്താം, ബാക്കി വിവരണം തരാമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൂടെ സൂപ്പറായിട്ട് നമ്മുടെ ഗായകർ പാടുന്ന പോലെ ഗംഭീരമായി പാടുന്ന കുറേ ആളുകളും കൂടെ ഉണ്ട്. ഒടുവിൽ അവരും കൂടെ നരകവാസം ഇങ്ങനെയൊന്നും പറഞ്ഞൊരു പാട്ടും കൂടെ ഒക്കെ പാടിയപ്പോഴത്തേക്ക് സംഗതി ജോറായി. പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ എല്ലാം കൂടെ പാക്കപ്പ് ചെയ്ത് പോകാൻ നേരത്ത് ഈ പുള്ളി പതിയെ എൻ്റെ അടുക്ക വന്നിട്ട് പറയാ, ഉദ്ദേശി മുഴുക്കുടിയനാ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത നേരമാവും. കുടിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകാനുള്ള ഇടവഴി മറന്ന് എവിടെയെങ്കിലും വീണ് കിടക്കും. പിന്നെ ആരെങ്കിലും പിള്ളേർ വന്ന് എടുത്തുകൊണ്ട് പോവുക പതിവ്. ഉപദേശിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ഗുണപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കണേ. സത്യമായിട്ടും ഞാൻ പറയാം, തൊഴുതുകൊണ്ട് പറയാം പുള്ളി, സത്യമായിട്ടും ഞാൻ പറയാം ഉപദേശി, നിങ്ങൾക്കിട്ട് 2 തല്ല് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നേ. പക്ഷേ ആ വചനം കേട്ട് വന്നപ്പം ഞാൻ ആകപ്പാടെ വല്ലാതെയായിപ്പോയി. ഒന്ന് പ്രാർത്ഥിക്കണേ. ഞങ്ങളെല്ലാവരും കൂടെ വട്ടം നിന്ന് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇന്ന് ഒരു സഭയിലെ സജീവമായൊരു വിശ്വാസിയായി തുടരുന്നുണ്ട്. നല്ല സുഹൃത്ബന്ധത്തിലാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കവലയിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കവലപ്രസംഗമാണ് എനിക്കേറെ ഇഷ്ടം. കവലപ്രസംഗത്തിലൂടെ യേശുവിനെ ഉയർത്തുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ഈ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശിമാർ യേശുവിൻ്റെ മഹത്വം അങ്ങോട്ട് പറയുമ്പം വെറുതെ അതിനെ നിരാകരിച്ച് കളയരുത്. രക്ഷാകര ദൗത്യമായി പാർത്തലത്തിൽ തിരുവവതാരം പരമയാഗം ഒക്കെ ചെയ്ത കർത്താവ് അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ തനിമയോടെ നിരുപാധികം ഏറ്റെടുക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിജയമായിരിക്കും. യേശു ഒരു കവല പ്രസംഗിയായിരുന്നു. യേശു കവലയിൽ പ്രസംഗിക്കുമ്പോൾ കൂടി വന്ന ജനാവലിയോട് യേശു ഒരു ചോദ്യം ചോദിച്ച ചോദ്യം പറയാനാണ് ഞാൻ വന്നേ. യേശു ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? അവൻ്റെ വാക്ക് കേൾക്കാൻ, ലാവണ്യ വാക്കുകൾ കേൾക്കാൻ ആവലോടെ കാത്തു നിന്ന ജനാവലിയോട് യേശു ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ഒരൊറ്റ നേതാവ് മൂലകത്തിലില്ലെന്ന്, ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമെന്ന് നെഞ്ചുറപ്പോടെ ചോദിച്ച് ഒരൊറ്റ നേതാവേ ഉള്ളൂ. അതാ ഇതുവരെ ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ പാടിക്കേൾപ്പിച്ച യേശു. അതാണ് ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. അവൻ കുറ്റമില്ലാത്തവന്, പാപമില്ലാത്തവന്, സകലരുടെയും പാപം പരിഹരിക്കേണ്ടതിന് തിരുവവതാരം ചെയ്തവൻ പാപമില്ലാത്തവനായി തൻ്റെ ദേഹം കൊണ്ട് യാഗം നടത്തി പാപപരിഹാരം വരുത്തിയവനായി മാറി. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ രക്ഷ മഹാരക്ഷയാകുന്നത്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 10:43 വായിപ്പിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 10:43 പറയുന്നത്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം. പാപമോചനത്തെക്കുറിച്ചൊക്കെ 3-ാമത് രാത്രി പറയേണ്ടതില്ല. കഴിഞ്ഞ രാത്രികൾ നിങ്ങൾ കേട്ടത്. പാപമോചനത്തിന് വേറെ വഴിയില്ല സുഹൃത്തെ. താങ്കൾക്ക് ഇവിടെ മതങ്ങൾ അനുശാസിക്കുന്ന ഒരൊറ്റ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാപമോചനത്തിന് പരിഹാരമാകത്തില്ല. പാപങ്ങളെ നീക്കേണ്ടതിന് ഒരുവനെ ഇവിടെ അവതരിച്ചിട്ടുള്ളൂ, അത് നസറേനായ ക്രിസ്തുവാണ് എന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു. ആ വാക്യം മറന്നു പോകരുത്. 1 യോഹന്നാൻ 3:5 ഇങ്ങനെ പറയുക, അവൻ പാപങ്ങളെ നീക്കേണ്ടതിന് പ്രത്യക്ഷനായി. യേശുവിൻ്റെ തിരുവവതാരം പാപങ്ങളെ നീക്കേണ്ടതിനാണ്. പാപത്തെ എന്നല്ല, പാപങ്ങളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപങ്ങളെ നീക്കേണ്ടതിന് ഒരു സംവിധാനം ഇവിടുത്തെ ശാസ്ത്രത്തിൻ്റെ പണിപ്പുരയിലില്ല. അവരുടെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണ അന്വേഷണ ശാലയിൽ പാപങ്ങളെ നീക്കാൻ ഒരു വഴിയുമില്ല. പാപങ്ങളെ നീക്കാനാണ് എൻ്റെ യേശു വന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ദൈവമക്കൾ വേദപുസ്തകം നിരന്തരം വായിക്കുക, പഠിക്കുക. വേദപുസ്തകത്തിലെ പദപ്രയോഗങ്ങളോട് കൂറുപുലർത്തുന്ന ദൈവദാസന്മാർ, വേദവിദ്യാർത്ഥികൾ കേൾക്കാൻ ഞാൻ പറയാം. ഒരു കാര്യം കുറിച്ചെടുത്ത് പഠിച്ചോണം, മറക്കരുത്. ഉൽപ്പത്തി 4:7 പാപമെന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം കാണുക. അവസാനം കാണുന്നത് വെളിപ്പാട് 18:5 വാക്യമാണ്. ഓക്കെ, ഒന്നുകൂടെ ആവർത്തിക്കുക. ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് പാപമെന്ന പദം ആദ്യം കാണുന്നത്. ഏറ്റവും ഒടുവിൽ വേദപുസ്തകത്തിൽ കാണുന്നത് വെളിപ്പാട് 18:5. ഉൽപ്പത്തി 4:7 മുതൽ വെളിപ്പാട് 18:5 വരെ 570 തവണയാണ് പാപമെന്ന പദമുള്ളത് വിശുദ്ധ ബൈബിളിൽ. 570 തവണ. റോമാലേഖനത്തിൽ 55 പ്രാവശ്യമുണ്ട്. ലേവ്യ പുസ്തകത്തിൽ 32
22 പ്രാവശ്യമുണ്ട്. ഈ എബ്രായ ലേഖനത്തിൽ 23 പ്രാവശ്യമുണ്ട്. ഈ പാപമെന്ന പദം തേടിയുള്ള യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുക. 1 യോഹന്നാന്റെ ലേഖനം 5 അധ്യായമേ ഉള്ളൂ. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 27 പ്രാവശ്യമാണ് പാപമെന്ന പദമുള്ളത്. ഏറ്റവും ശക്തമായൊരു വാക്യം 4-ാം വാക്യമാണ്. സങ്കീർത്തനം 4:4. നടുങ്ങുവിൻ, ബാക്കി പറ, പാപം ചെയ്യാതിരിപ്പീൻ. ഈ പാപം എന്ന് പറയുന്ന മാരകമായ ശക്തിവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, മാനവജാതികളിൽ നിന്ന് നീക്കിക്കളയേണ്ടതിന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, മനസാക്ഷിയിൽ നിന്ന്, അവയവസ്ഥിതികളിൽ നിന്ന്, നമ്മുടെ ജീവിത തട്ടകത്തിൽ നിന്ന്, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഒക്കെ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ കരുത്തുള്ള ഒരുവനേ ഉള്ളൂ. അതെൻ്റെ കർത്താവ് മാത്രമാണ്. പാപങ്ങളെ നീക്കാനാണ് യേശു വന്നത്. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൻ്റെ കാതലായ ചിന്ത പാപപരിഹാരമെന്ന വിഷയമാണ്. ആ പാപപരിഹാരം വരുത്തിയത് യേശുവായതുകൊണ്ട് യേശുവിലൂടെ മാത്രം ആ പാപപരിഹാരം ഏറ്റെടുത്ത് ആ മഹാരക്ഷ സ്വായത്തമാക്കണം. മഹാരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത കൂടെ ഞാൻ പറയാം. മഹാരക്ഷ കർത്താവ് സാധ്യമാക്കിയത് എങ്ങനെയെന്നറിയാമോ? ഗത്സമനയിൽ പിടിക്കപ്പെടുകയും, ഗബഥായിൽ തകർക്കപ്പെടുകയും, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് പാപത്തിന് പരിഹാരമായത്. ആ 3 സ്ഥലങ്ങൾ മറക്കരുത്. ഏപ്രിൽ ഈസ്റ്ററൊക്കെ ദേ കയറി വരികയല്ലേ. ആട്, കോഴി, പോത്ത്, എരുമ, താറാവ് അടക്കമുള്ളതിനെല്ലാം കൂടെ വെട്ടി കശാപ്പ് ചെയ്ത്, പിന്നെ നാടൻ മദ്യവും വിദേശ മദ്യവും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത്, പിന്നെ ചലച്ചിത്രവും കോമഡി ഷോയും അതും ഇതും എല്ലാം കൂടെ ആയിട്ട് ഈസ്റ്റർ ക്രിസ്ത്യാനി പോലും അങ്ങനെ കൊണ്ടാഘോഷിക്കുന്നത് അറിയാമോ? ഈസ്റ്ററൊക്കെ കള്ളും കുടിച്ച് പോത്തും തിന്നിട്ട് വഴിയോരത്തൊക്കെ നിന്നിങ്ങനെ കൊണ്ടാടുന്ന കാണാൻ പറ്റും. ഈസ്റ്ററായിട്ട് അച്ഛാ കുടിക്കാതിരുന്നു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മൂത്ത ക്രിസ്ത്യാനി അച്ചായം പറയുന്നൊരു ദൈവശാസ്ത്രമുണ്ട്. ഈസ്റ്ററായിട്ടെങ്കിലും കുടിക്കാതിരുന്നു കൂടായിരുന്നോ മനുഷ്യ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും, എൻ്റെ ഉദ്ദേശി എങ്ങനെ കുടിക്കാതിരിക്കും? എൻ്റെ മിശിഹ കാൽവറിയിൽ അനുഭവിച്ച വ്യതയെക്കുറിച്ച് ഓർത്ത സങ്കടം സഹിക്ക വയ്യാഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കുടിച്ചാന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ പുള്ളി തന്നെ ക്രിസ്മസിൻ്റെ അന്നും കൂടിച്ചാടിച്ച് പരുവമാക്കി ഇങ്ങനെ ആടി നിൽക്കുമ്പം തട്ടി വിളിച്ച് ചോദിക്കണം, ഈ ക്രിസ്മസിൻ്റെ ദിനത്തിലെങ്കിലും കുടിക്കാതിരുന്നു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്ന വേറൊരു തിയോളജി ഉണ്ട്. നിറവയറോടെ ഭാര്യയും കൂട്ടി ഔസേപ്പ് പിതാവ് വീടാന്തരം മുട്ടിത്തട്ടി ചോദിച്ചിട്ട് ഒറ്റ ഒരുത്തനും, കള്ളകത്ത് കിടക്കുന്നുണ്ട്, ഒറ്റ ഒരുത്തനും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പിന്നെ വേറെ ചില പദങ്ങൾ പറയും. അത് പൂരാ കരു, അത് ഞാൻ പറയുന്നില്ല. ഒറ്റ ഒരുത്തനും ഔസപിതാവിന് വേണ്ടി കഥക് തുറന്നു കൊടുത്തില്ല. ആ ദേഷ്യം വിഷമം കൂടെ സഹിക്ക വയ്യാഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കുടിക്കാന്നാ പറയുക. അപ്പൊ ക്രിസ്മസിനും പുള്ളി കുടിക്കും, ഈസ്റ്ററിനും കുടിക്കും. ക്രിസ്ത്യാനിക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ കള്ള് ഇല്ലാതെ പറ്റത്തില്ലെന്നൊരു ഗതികളിലേക്ക് വരുന്നു. നിനക്ക് വേദപുസ്തകം അറിയത്തില്ല, അതാ കാര്യം. നിനക്ക് യേശുവിനെ അറിയത്തില്ല, അതാ കാര്യം. നിനക്ക് രക്ഷാപദ്ധതി അറിയത്തില്ല, അതാ കാര്യം. ലോകത്തിന്റെ തിന്മകളുമായി തിന്നുകുടിച്ച് മാരിച്ച് പൊളച്ച് ആഘോഷിക്കേണ്ടതല്ല ക്രിസ്മസും ഈസ്റ്ററും. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ണ് നിറഞ്ഞ് ചിന്തിക്കേണ്ട, ഹൃദയം തകർന്ന് ചിന്തിക്കേണ്ട 3 സ്ഥലനാമങ്ങളുണ്ട്. ഒന്ന് ഗത്സമന. ആ ഗത്സമനയുടെ പച്ചമണ്ണിലാ എൻ്റെ കർത്താവ് വീണ് കിടന്നത്. അവിടുന്നാണ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പിടിച്ചു കെട്ടി അടിച്ചു നടത്തി കൊണ്ടുപോയത്. ഗത്സമനയിലെ യേശുവിനെ ധ്യാനിക്കണം. 2 ഗബഥ. എന്താ ഗബഥ? കൽത്തളം. ഗബഥ എന്ന് പറഞ്ഞാൽ റോമൻ പ്രൊക്കുറേറ്റർ ആയിരുന്ന പിലാത്തോസിന്റെ പ്രട്ടോറിയമാണ്. അവിടെയാണ് എൻ്റെ യേശു തകർക്കപ്പെടുന്നത്. ഗത്സമനയിൽ പിടിക്കപ്പെട്ടവൻ ഗബഥായിൽ തകർക്കപ്പെട്ടു. അറിയാമോ തകർക്കപ്പെട്ടു എന്നതിൻ്റെ ആത്യന്തികമായ വാക്യം യെശയ്യാ 53:10 അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ വാക്യത്തിന് മുമ്പിൽ നമ്മുടെ ശിരസ്കരാകണം. ആ വാക്യത്തിന് മുമ്പിൽ കണ്ണ് നിറഞ്ഞേ പറ്റൂ. ആ വാക്യത്തിന് മുമ്പിൽ കവിൾത്തടങ്ങൾ ചാലുകളായേ പറ്റുള്ളൂ. ആ വാക്യത്തിന് മുമ്പിൽ കവണ്ണു വീഴണം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. വേറൊരു ചിന്ത കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഒരിക്കൽ നമ്മുടെ പ്രാണനാഥൻ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ. എന്തായിരുന്നു ഇഷ്ടമെന്നറിയാമോ? എന്തായിരുന്നു ഇഷ്ടം? യെശയ്യാ 53:10 ഇഷ്ടമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങയുടെ ഇഷ്ടം എന്തുവാ? തകർക്കപ്പെടാൻ. പാപം ചെയ്ത് അകന്നുപോയ ജനത്തിനു വേണ്ടി തകർക്കപ്പെട്ടവരെ സമുദ്ധരിക്കാൻ ഞാനിതാ വരുന്നു. ആ ഇഷ്ടം, അതാണ് എബ്രായർ 10:10 പറയുന്നത്. ആ ഇഷ്ടം 10:7 പറയുന്നു, ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. 10:10 പറയുന്നു, ആ ഇഷ്ടത്താൽ നമുക്ക് ഒരിക്കലായി ശുദ്ധീകരണം വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഗബഥായിൽ യേശു തകർക്കപ്പെടുകയായിരുന്നു. ദേ കേട്ടോണേ, സമയം തീരാൻ പോകുക. സമയം തീർന്നു. ഞാൻ അല്പം മുമ്പോട്ട് നിൽക്കുകയാണ്. ദേ ശ്രദ്ധിച്ച് കേട്ട് വേഗം അവസാനിപ്പിക്കാം.
അവസാനിപ്പിക്കാം എന്നൊക്കെ കൂടെ പറയുന്ന ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി, ഇടക്കാല ആശ്വാസം. അവസാനിപ്പിക്കാനൊന്നുമല്ല, ഇരുന്ന് കേൾക്കുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ചെന്നാലും ഉറക്കമൊന്നും നടക്കത്തില്ല. എന്നോ ഹ്യൂമിഡിറ്റി ആണെന്നറിയാമോ? ഫാൻ ഇട്ടാൽ പോലും ആവി മാറത്തില്ല. അപ്പോൾ ഇവിടെ സ്വതന്ത്രമായി കാറ്റുമൊക്കെ കൊണ്ട് അല്പനേരം കൊണ്ട് ഇവിടെ ഇരിക്കുക. സന്തോഷമാണോ? ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറയാൻ കൈ ഉയർത്തിയവരെങ്കിലും 12 മണി വരെ ഇവിടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദേ ശ്രദ്ധിച്ചേ, ഗബ്ബഥ എന്ന് പറയുന്നത് തകർക്കപ്പെട്ട ഇടമാണ്. ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് തകർക്കപ്പെട്ടത്. ഇഷ്ടത്തിന്, 2 ഇഷ്ടങ്ങൾക്ക് യേശു ഏൽപ്പിച്ചു കൊടുത്തത്. പഠിച്ചോണേ, ഈസ്റ്ററൊക്കെ വരാൻ പോവുക. പറഞ്ഞോണം ഇത് എവിടെങ്കിലും, കവലയിൽ നിന്നല്ലേ, ആലയത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കൂട്ടുകാരോട്. 2 ഇഷ്ടങ്ങൾക്കാണ് യേശു ഏൽപ്പിച്ചു കൊടുത്തത്. ഏതാ 2 ഇഷ്ടം? പിതാവിൻ്റെ ഇഷ്ടം, അത് തകർക്കപ്പെടുക. അതാണ് യെശയ്യാവ് 53:10. പിതാവിന് അവനെ തകർക്കണമെന്ന് ഇഷ്ടമായിരുന്നു. വേറൊരു ഇഷ്ടമുണ്ട്. അതേതാണെന്നറിയാമോ? അത് ലൂക്കോസ് 23:25 വാക്യമാണ്. ലൂക്കോസ് 23:25 പറയുന്നു, ക്രൂശിക്ക 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 എന്നട്ടഹസിക്കുന്ന ജനം അവരുടെ ഇഷ്ടത്തിന് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. ഇഷ്ടമെന്ന പദം അവിടെയുണ്ട്. 23:25 അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ പിതാവിൻ്റെ ഇഷ്ടം കളയണമെന്നതാ, ജനത്തിൻ്റെ ഇഷ്ടം ക്രൂശിക്കണമെന്നതായിരുന്നു. ഈ 2 ഇഷ്ടത്തിനും കൂടെ എൻ്റെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട യേശുവിനെ പ്രവാചക വരേണ്യനായിരിക്കുന്ന യെശയ്യാവ് തൻ്റെ കയ്യിൽ പിടിപ്പിച്ച പ്രവചന നിരീക്ഷണ നാളിലൂടെ നോക്കിക്കണ്ടിട്ട് താൻ പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ മനുഷ്യക്കോലം നഷ്ടപ്പെട്ടവൻ വിരൂപനായി മാറി. 2 ഇഷ്ടങ്ങൾ യേശുവിൽ വരുത്തിയത് വൈരുപ്യമാണ്. ആ വൈരുപ്യം, പാപം നമ്മിൽ വരുത്തിയ വൈരുപ്യത്തെ മാറ്റി നമ്മെ കൃപ കൊണ്ട് സൗന്ദര്യവൽക്കരിക്കാനാ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഗത്സമനയിൽ പിടിക്കപ്പെട്ടു, ഗബ്ബഥായിൽ തകർക്കപ്പെട്ടു. അടുത്തത് ഗോൽഗോഥ. ഗബ്ബഥായിൽ നിന്ന് ഗോൽഗോഥ വരെ 2 മൈൽ ദൂരമാണ്. ഭാരമുള്ള ക്രൂശുമെടുത്ത് വീണുമെഴുന്നേറ്റും നടന്നു കയറി അവൻ ഗോൽഗോഥയിലെത്തുന്നു. കാരിരും പാണി കൊണ്ട് മരക്കുരിശോട് ചേർത്ത് വെച്ച് പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ആഞ്ഞെറിഞ്ഞ് ആക്രാന്തനത്തോടിടുമ്പോൾ ആ ശരീരം ഒന്ന് ഉലഞ്ഞിട്ട് അസ്ഥിയോടുള്ള ബന്ധം വിട്ടുപോയി. എന്നിട്ടും നമ്മോടുള്ള സ്നേഹം വിട്ടുകളയാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കണം. 7 മൊഴിയിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്നത്. തലരാത്രിൽ പിടിക്കപ്പെട്ട യേശു വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ. യേശു കഴിച്ചിട്ടില്ല, യേശു വിശ്രമിച്ചിട്ടില്ല. ശരീരത്തിൻ്റെ ജലാംശം മുഴുവനും വാർന്നു പോയിട്ടുണ്ട്. ഗത്സമനയുടെ പച്ചമണ്ണ് കുടിച്ചെടുത്തിട്ടുണ്ടത്. പിന്നീട് ഗബ്ബഥ മുതൽ ഇങ്ങോട്ട് ഗോൽഗോഥ വരെ നടന്നു വന്ന വഴിത്താരയിൽ പുറമടിച്ചൊഴവുചാല പോലെ കീറിയതുകൊണ്ട്, തലതല്ലി പൊളിച്ചതുകൊണ്ട്, തലയിലേക്ക് ക്രൂസേലിയ എന്ന കാട്ടുവള്ളിച്ചെടി വളച്ചുണ്ടാക്കി ആ മുൾച്ചെടിയുടെ അതിൻ്റെ മുള്ളാഞ്ഞിറങ്ങിയത് കൊണ്ട് ശരീരത്തിൽ നിന്ന്, തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകിയിട്ടുണ്ട്, പുറത്തു നിന്ന് വാർന്നൊഴുകിയിട്ടുണ്ട്. ഇങ്ങനെ ശരീരം മുഴുവനും മുറിവുകളായതുകൊണ്ട് രക്തവും കൂടെ വാർന്നുപോയി. വെള്ളമില്ല, രക്തവുമില്ലാത്ത ആ ശരീരം വല്ലാതെ വിവശമായി ക്ഷീണിതമാണ്. എന്നിട്ട് മാണിയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആദ്യം പറയേണ്ട മൊഴി എനിക്ക് ദാഹിക്കുന്നേ എന്നാണ് പറയേണ്ടത്. പക്ഷേ ആ മൊഴി 5ാമത്തേതാക്കി മാറ്റിവെച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, സ്നേഹസമ്പന്നനായ, കരുണാസമ്പന്നനായ, ദയാപരനായ, മനസ്സലിവിൻ്റെ ആളത്വമായ കർത്താവ് മരണപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. അങ്ങനെയാ രക്ഷ സാധ്യമാക്കിയത്. കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രക്ഷ, മഹാരക്ഷ എന്നതിന് പറയാൻ കാരണം ഈ മഹത്തായ ത്യാഗം അനുഭവിച്ചുകൊണ്ട്, വ്യഥ അനുഭവിച്ചുകൊണ്ട്, സഹനം അനുഭവിച്ചുകൊണ്ട് നേടിത്തന്ന രക്ഷയായതുകൊണ്ട് മഹാരക്ഷ. ആ മഹാരക്ഷ നമുക്ക് സൗജന്യമാക്കി അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏക ദൈവമാണെന്നും, ഏക കർത്താവാണെന്നും, ഏക രക്ഷകനാണെന്നും, ഏക അവതാരമാണെന്നും, ഏക ആരാധ്യനാണെന്നും, ഏക മധ്യസ്ഥനാണെന്നും, ഏക യോഗ്യനാണെന്നും, ഏകനാഥനാണെന്നും, ഏക പരിശുദ്ധനാണെന്നും, ഏക ന്യായാധിപനാണെന്നും ഒക്കെ അങ്ങോട്ട് വിശ്വസിക്കുന്ന വിശ്വാസം നമ്മെ രക്ഷിത ഗണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ രോഗം സൗഖ്യമാക്കാനുള്ള നാട്ടുവൈദ്യനാണെന്ന് മാത്രം വിശ്വസിച്ച പോരാ. യേശുവിനെ സമ്പത്ത് തരാനുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറാണെന്നോ, ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജരാണെന്നോ ഒക്കെ പറഞ്ഞ് സമ്പത്തിന് വേണ്ടി, ഭൗതിക നന്മയ്ക്ക് വേണ്ടി മാത്രം വിശ്വസിക്കുന്ന വിശ്വാസമല്ല. കർത്താവിനെ വിശ്വസിക്കേണ്ടതിന് നൽകി തന്നിട്ടുള്ള ഉപദേശ സത്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അംഗീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ കൂടും
രക്ഷപ്പെടുമ്പോൾ ആ രക്ഷയുടെ ഭാഗധേയമായി നമ്മൾ മാറുന്നു. ആ രക്ഷ നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ഇവിടെങ്ങുമല്ല, മരണത്തിനപ്പുറമുള്ള നിത്യതയിലാണ്. അതുകൊണ്ടാണ് അതിനെ മഹാരക്ഷ എന്ന് വിളിക്കുന്നത്. സ്വത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? ഇവിടെ സാധാരണ രക്ഷ നമുക്ക് കിട്ടും, പക്ഷെ മരണത്തിനപ്പുറത്തും നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന രക്ഷയാണിതെന്നത് കൊണ്ടാണ് ഇതിനെ മഹാരക്ഷ എന്ന് വിളിക്കുന്നത്. അപ്പം മഹാദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമുക്ക് നൽകി തന്നത് മഹാരക്ഷയാ. മൂന്നാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാ. അതാണ് മഹാപ്രത്യാശ. എത്ര പേർക്കുണ്ട് മഹാപ്രത്യാശ? എന്താണ് മഹാപ്രത്യാശ? 13-ാം വാക്യത്തിലെ മഹാപ്രത്യാശ പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് 12-ാം വാക്യം തുടങ്ങിയിട്ട് 13-ാം വാക്യത്തിൽ പറയുന്നവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത, അതിനു വേണ്ടുന്ന യോഗ്യതകൾ 13-ലും പറയുന്നുണ്ട്. അപ്പം നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് സാധാ പ്രത്യാശയല്ല. പിന്നെ എങ്ങനെയുള്ള പ്രത്യാശ പറഞ്ഞ എന്നോടൊപ്പം? മഹാപ്രത്യാശയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയെക്കുറിച്ച് ചില വാചകങ്ങൾ ഇങ്ങനെ പറയാം. നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. വായിച്ചിട്ടുണ്ടോ? എഫെസ്യ ലേഖനം 2:14. നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു, ജാതികളായിരുന്നു, പ്രത്യാശയില്ലാത്തവരായി, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ, ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു, പൗരത്വമില്ലാത്തവർ. അപ്പം നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. സമ്മതിക്കുന്നുണ്ടോ? ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പ്രത്യാശ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ. ഇല്ല. വേദോസം പറയുന്നു നമുക്ക് ഒരു പ്രത്യാശയും കുരിശുമൂട്ടിലോ പള്ളി വീട്ടിലോ ഈട്ടിമൂട്ടിലോ പെനിയേലിലോ ബദേലിലോ ഒക്കെ ജനിച്ചതായിരിക്കും. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പ്രത്യാശയില്ലാത്തവരായിരുന്നു നമ്മൾ. അതാ നമ്മുടെ തറവാടിൻ്റെ ഔന്നത്യം, അതിൻ്റെ ഊറ്റം കൊള്ളലൊക്കെ വെറുതെയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം നമുക്കൊരു പ്രത്യാശയില്ലാത്തവരായിരുന്നു. പിന്നെ നമ്മൾ പ്രത്യാശ ഉള്ളവരായത് എങ്ങനെയാ? കൊലോസ്യ ലേഖനം 1:27 വാക്യം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വാസം ചെയ്തു. അപ്പോഴാണ് നമ്മൾ പ്രത്യാശയുള്ളവരായി മാറിയത്. ബോധ്യമായോ? അപ്പോൾ എഫെസ്യ ലേഖനം 2:14 വെച്ച് നമുക്കൊരു പ്രത്യാശയില്ലായിരുന്നു. ജാതികളായി നമ്മൾ അന്യപ്പെട്ടവരും, പുറംപറമ്പിൽ തള്ളപ്പെട്ടവരും, അന്യദൈവങ്ങളെ സേവിച്ചവരും, ഏതെങ്കിലുമൊക്കെ ആവാഹന ശക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തിയവരും, ഇവിടുത്തെ ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ചെയ്ത് കണ്ട് കേട്ട് കുടിച്ച് കഴിച്ചിങ്ങനെ പോയവരുമായിരുന്നു. പക്ഷെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ഇപ്പം നമ്മൾ പ്രത്യാശയുള്ളവരായി മാറി. ലോകത്തിലുള്ള ജനതയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പ്രത്യാശയ്ക്ക് നമ്മൾ അർഹരായി മാറി. ആ പ്രത്യാശയുടെ പേരാണ് 2:12 പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. നമ്മുടെ ഉള്ളിലെ ഇപ്പോഴത്തെ പ്രത്യാശയുടെ പേരെന്തോന്നാ പറഞ്ഞേ? ഭാഗ്യകരമായ പ്രത്യാശ. അതെന്താ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയാൻ കാരണം? തീത്തോസ് 1:2 അതിൻ്റെ കാരണം. തീത്തോസ് 1:2 ഇങ്ങനെ പറയുന്നു, നിത്യജീവന്റെ പ്രത്യാശ. അതിന് സ്തോത്രം പറയാതെ പോകല്ലേ നിങ്ങൾ. നമ്മുടെ പ്രത്യാശ ഭാഗ്യകരമാണെന്ന് 2:12 പറയുന്നതിൻ്റെ കാരണം 1:2 പ്രയോഗമാണ്. സകലകാലത്തിനു മുൻപ് നിത്യജീവന്റെ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്നു. എന്താ നിത്യജീവന്റെ പ്രത്യാശ? മരണത്തിനപ്പുറവും നമുക്കൊരു ജീവിതമുണ്ടെന്നുള്ളതാണ് നിത്യജീവന്റെ പ്രത്യാശ. യോഹന്നാന്റെ സുവിശേഷം 3:15 ഇങ്ങനെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വാക്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് വായിപ്പിക്കാൻ നേരമെടുക്കാതെ പറഞ്ഞു വിടുന്നത് കുറിച്ചെടുക്കാൻ വേണ്ടിയാ. യോഹന്നാൻ 3:15 പറയുക, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആൻറ്റി, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് മനസ്സിലായോ? മരണപ്പെട്ട് കുഴിയിലേക്ക് ആഴ്ത്തി ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി നമ്മുടെ മീതെ കുഴിമാടം തീർത്താലും കാഹളം ധ്വനിക്കുന്ന മാത്രയിൽ നമ്മൾ ഉയർത്തു വരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കാഹളം ധ്വനിക്കുന്ന മാത്രയിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണാവസ്ഥയിലല്ല, അംഗവൈകല്യത്തോടെയല്ല, ഏതെങ്കിലും ചാവല്യത്തോടെ മരിച്ചെങ്കിൽ, വൈകല്യത്തോടെ മരിച്ചെങ്കിൽ, രോഗാതുരമായി മരിച്ചെങ്കിൽ ഉയർത്തു വരുന്നവൻ ആ രോഗവുമായിട്ടല്ല മരിക്കുന്നത്, ഉയർക്കുന്നത്. പിന്നെ ആ രോഗം പരിഹരിക്കപ്പെട്ടവനായി അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച ഉയർത്തു വരുന്നത്. രോഗിയായി മരിക്കുന്നൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. മുഴയോടുകൂടെ അങ്ങ് മരിച്ചു, എല്ലാ മുഴയും മാറണമെന്നൊന്നുമില്ല. ചില മുഴ ഇരുന്നോട്ടെ, നീ ഉയർത്ത് വരുമ്പോൾ ആ മുഴയില്ല. അതുകൊണ്ട് മുഴയോടുകൂടെ മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയാറുണ്ട്, പുള്ളി മരിക്കുന്നിടം വരെയും ആ രോഗം പുള്ളിയെ വിട്ടുമാറിയിട്ടില്ല, ആ രോഗത്താൽ പുള്ളി മരിച്ചുപോയെന്ന. സാരമില്ല, രോഗത്താൽ മരിച്ചുപോയെങ്കിലും ഉയർത്ത് വരുന്ന ശരീരത്തിൽ ആ രോഗം ഇല്ലെന്ന്. 99 വയസ്സായ അപ്പച്ചനോ അമ്മച്ചോ മരിച്ചു പോയി കഴിഞ്ഞാൽ 99 വയസ്സുകാരൻ്റെ പ്രകൃതത്തിലല്ല കയറി വരുന്നത്, നാം അവനിരിക്കും പോലെയാകും. 33.5 വയസ്സുള്ള കർത്താവിൻ്റെ ആ യൗവനയുക്തമായ ശരീരത്തിൻ്റെ ആ പ്രാബല്യമുണ്ടല്ലോ, ആ പ്രകൃതമുണ്ടല്ലോ, ആ ഓജസ്സുണ്ടല്ലോ, ആ തേജസ്സുണ്ടല്ലോ, ആ യൗവനയുക്തമായ അനുഭവമുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഉയർത്തി വരും. ആ പ്രത്യാശയുള്ളവരെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 1.5 വയസ്സുള്ള കുഞ്ഞ്, 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് മരിച്ചുപോയി. ബാലചാബല്യത്തോടെ മുട്ടയിലടഞ്ഞ് ഇള്ളേന്ന് കരഞ്ഞുകൊണ്ടൊന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് യേശുവിന് സമാനമായ പ്രകൃതത്തോടെയാ. ആ പ്രത്യാശ തരുന്നത് സുവിശേഷം മാത്രമാണ്.
സുവിശേഷത്തിന് മാത്രം തരാൻ പറ്റുന്നൊരു പ്രത്യാശയാണ്. അല്ലാതെ അബദ്ധ വിചാരങ്ങളൊന്നും നടക്കരുത് കേട്ടോ. വാഴക്കൈയിലിരുന്ന് വിരുന്ന് വിളിക്കുന്ന കാക്കച്ചിയെ കണ്ടിട്ട് അത് ഇവിടുന്ന് മരിച്ചുപോയ മുത്തശ്ശിയാണെന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനി ഇപ്പോഴും ഉണ്ട്. അതാ കഷ്ടം. കാക്കയെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ തുടങ്ങുന്ന മോളെ മോളെ മോളെ, അയ്യോ കാക്ക എറിയല്ലേ, കാക്ക സൂക്ഷിച്ച് നോക്കി, അത് നമ്മുടെ മുത്തശ്ശി വന്നാണ് നമ്മളെ കാണാൻ. നമുക്ക് പരിചയമില്ലാത്തൊരു നായ പറമ്പിലൂടെ വാലുമാട്ടി വന്നാൽ അപ്പച്ചൻ വന്നാണെന്ന് നമ്മളെയൊക്കെ കാണാൻ. എന്നിട്ട് ആ നായ വിളിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന മൂത്ത ക്രിസ്ത്യാനി ഇന്നും നാട്ടിലുണ്ടെന്ന് വേദോസം ചുമന്നുകൊണ്ട് നടക്കുകയും മരിച്ചുപോയവർ നായായി, പുലിയായി, എലിയായി, വീട്ടലി, കാട്ടലി, നാട്ടലി, ചുണ്ടലിയായിട്ട് പിന്നെയും വരുമെന്നും കാക്കയായിട്ടും കുരിയിലായിട്ടും കുയിലായിട്ടും വരുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കേട്ടോ, ആ പാട്ട് കേട്ടോ, ആ ആൻറ്റി വരിക നമ്മളെ കാണാൻ. നന്നായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് കൊയറിൽ പാടിയ ആൻറ്റിയാ ഇപ്പം കുയിലായിട്ട് പാടാൻ വരുന്നെന്നാണ് പറയുക. മനസ്സിലായി? ഇങ്ങനെയൊക്കെയുള്ള ഗതികെട്ട ദൈവശാസ്ത്രം, ഗതികെട്ട സിദ്ധാന്തവും ഗതികെട്ട ഉപദേശമുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് തിന്മ ചെയ്തെങ്കിൽ മരണശേഷം നിന്റെ ആത്മാവ് യാതനാ സ്ഥലത്തായിരിക്കും. ഇറങ്ങി പുറപ്പെടാനൊന്നും അവസരം കിട്ടത്തില്ല. ഇവിടുത്തെ മന്ത്രവാദി ആഞ്ഞു വിളിച്ചാൽ മരിച്ചുപോയ ഒരൊറ്റ വ്യക്തിയുടെ ആത്മാവ് ഇറങ്ങി വരത്തില്ലെന്ന് എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? അതിന് മനസ്സിലായോ? ഇപ്പൊ പുതിയ ചില പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മരിച്ചുപോയ അപ്പച്ചന്മാരെ അമ്മച്ചമാരുടെയൊക്കെ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് വേറൊരാളിലേക്ക് കയറ്റിയിട്ട് അവരെ കൊണ്ട് ആലോചന പറയിപ്പിക്കുക. നീ നിന്റെ പണി നോക്ക്. ഒറ്റ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ ഇറക്കി വിടത്തില്ല അങ്ങനെ കർത്താവ്. അല്ല, അങ്ങനെ വിടും. അതെന്താ പണി? അതെന്നെ എന്നാ തെളിവ്? അത് വെളിച്ചപ്പാടത്തി വിളിച്ചപ്പോൾ ശമൂവേൽ ഇറങ്ങി വന്നില്ലേ ശൗലിൻ്റെ മുമ്പിലെന്ന്? മണ്ടത്തരമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് ദയവ് ചെയ്ത്. പ്രത്യേകിച്ച് കോട്ടയംകാർ അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും പറയരുത്. ഇത് അക്ഷര നഗരിയ, സംസ്കാര സമ്പന്ന ജില്ലയാണ്. അങ്ങനെയുള്ള മണ്ടത്തരം പറയരുത്. അത് പിശാചിൻ്റെ വമ്പൻ കാളിപ്പീര് ഏർപ്പാടാണ്. അറിയാമോ? മരിച്ചുപോയവൻ്റെ സ്വരത്തിലും ഭാവത്തിലും രൂപത്തിലും തനിമയിലും നമ്മുടെ മുമ്പിൽ വന്ന് അതേ ശബ്ദത്തിൽ കരയും, അതേ ശബ്ദത്തിൽ ചിരിക്കുകയും, അതേ ശബ്ദത്തിൽ മോനെ മോളെ എന്നൊക്കെ വിളിക്കുകയും ചെയ്യുമ്പം നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാവും. അത് പിശാചെന്ന് പറയുന്ന ഭോഷ്കിൻ്റെ പിതാവ് ഒരുക്കുന്ന ആസൂത്രണമാ. മരിച്ചുപോയവൻ്റെ ആത്മാവ് അവൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് യാതനാ സ്ഥലത്തോ അവൻ ചെയ്ത ദൈവപ്രവൃത്തിക്കനുസരിച്ച് വിശുദ്ധന്മാർക്കുള്ള ആശ്വാസ തീരത്തോ ചെന്നണയും. ആത്മാക്കളുടെ ഉടയവനായ ദൈവത്തിൻ്റെ കൈകളിലാണ് അവര്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു കാഹളം മുഴക്കി വരുന്ന മാത്രയിൽ നാം ആ കാഹളം കേൾക്കുമ്പോൾ മരിച്ചുപോയവർ അക്ഷരായി ഉയർക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും. അതാണ് മഹത്തായ പ്രത്യാശ. അതിനെ പറഞ്ഞിരിക്കുന്ന പേര് കേട്ടോ 12-ാം വാക്യത്തിൽ, തേജസ്സിൻ്റെ പ്രത്യക്ഷത. ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ആ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവരോട് 2 വിചാരങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തി ഇറങ്ങാൻ പോവുക. 2 വിചാരങ്ങൾ. ഒന്ന് എന്താണെന്നറിയാമോ? വർജിക്കേണ്ട 2 കാര്യം. തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ വർജിക്കേണ്ട 2 കാര്യം. 13-ാം വാക്യം നോക്കണം. 3 കാര്യം ആർജിക്കണം. വർജിക്കേണ്ട 2 കാര്യം, ആർജിക്കേണ്ട 3 കാര്യം. ഏതൊക്കെയാണ് വർജിക്കേണ്ടത്? 13-ാം വാക്യം, ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കണം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഭക്തിക്ക് വിരുദ്ധമായ സകല ഇടപാടും വർജിക്കണം. വർജിക്കണം എന്ന് പറഞ്ഞാൽ മോളെ മനസ്സിലായോ? എന്താ? ഉപേക്ഷിക്കണം, കളയണം, നിരുപാധികം തള്ളിക്കളയണം. വചനമനുസരിക്കാത്ത തീറ്റിയും കുടിയും ഇടപാടും ഒന്നും വേണ്ട. വചനമനുസരിക്കാത്ത ഒരു ബന്ധങ്ങളും വേണ്ട. വചനം മുൻപോട്ട് വയ്ക്കാത്ത ഒരിടപാടിലും നിൽക്കരുത്. അങ്ങനെയുള്ളതായിരിക്കുന്ന വർജനം അനിവാര്യമാണ്. ഭക്തികേട്, പിന്നെന്താ? പ്രപഞ്ചമോഹം എന്ന് പറഞ്ഞാൽ ലോകം നിന്നെ മാസ്മര ശക്തി കൊണ്ട് വിളിച്ച് കാണിച്ച് ആസ്വദിപ്പിച്ച് ആസക്തിയും തൃഷ്ണയും നിയോഗം തരുന്ന ഒരിടപാടിനും പോകരുത്. ലോകവും ജഡവും പിശാചും കൂടെ കൈകോർത്തുണ്ടാക്കുന്ന ഒരു അധമ സംസ്കാരമുണ്ട്, അതിലേക്ക് നീ പോകരുത്. അതാണ് പ്രപഞ്ചമോഹം. മോഹമല്ല നമുക്ക് വേണ്ടത്, ആശയാണ് വേണ്ടത്. ആശയാണ് ഏറ്റവും ആത്മീകം. മോഹം ജഡീകമാണ്, ആശ ദൈവികമാണ്, മോഹം സാത്താന്യമാണ്. കണ്ടോ? അതുകൊണ്ട് മോഹം വേണ്ട. യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച പാപത്തെയും പാപം മുഴുത്തിട്ട് ബാക്കി പറ മരണത്തെയും പ്രസവിക്കുന്നു. അപ്പം മരണത്തിൻ്റെ മുത്തശ്ശിയ മോഹം, അത് പാടില്ല. പ്രപഞ്ചമോഹവും ഭക്തികേടും വർജിക്കണം. കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുക, യൂത്ത്സിനോടാണ് പറയുക. 26 വയസ്സിൽ താഴെയുള്ളവരൊക്കെ എൻ്റെ മക്കളുടെ പ്രായമാണ്. എൻ്റെ മൂത്ത മോൻ 27ലേക്ക് കടന്നു. കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബർത്ത്ഡേ ആയിരുന്നു, 27ലേക്ക് കടന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 26-ൽ താഴോട്ടുള്ളവരൊക്കെ എൻ്റെ മോടെ പ്രായം, എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പപ്പ പറയുന്ന പോലെ വളരെ ഗൗരവമായി പറയുന്നു, തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ഭക്തിക്ക് വിരുദ്ധമായതിനെ നീ ഉപേക്ഷിക്കണം. കൂട്ടുകെട്ട്,
കഴിപ്പും കുടിപ്പും ഉടുപ്പും നടപ്പും അതും ഇതുമെല്ലാം ഭക്തിക്ക് വിരുദ്ധമാണെങ്കിൽ ഉപേക്ഷിക്കണം. പ്രപഞ്ചമോഹത്തെ ഓർജിക്കണം. 2 കാര്യം. ഇനി ആർജിക്കേണ്ട 3 കാര്യം. ഇതൊക്കെ ക്യാമ്പ് പോലെ നിന്നങ്ങോട്ട് പറയേണ്ടത് രാത്രി മുഴുവനും നിർവാഹമില്ല. ആർജിക്കേണ്ട 3 കാര്യം: സുബോധം, നീതി, ദൈവഭക്തി. ഉണ്ടോ? വിവരിക്കണം. ദൈവദാസന്മാർക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നു, 3 കാര്യങ്ങളെ പഠിച്ചോണം. സുബോധം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ബോധം, അതാണ് സുബോധം. നീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൻ്റെ സുതാര്യത. ദൈവഭക്തി, ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം. സുബോധം നമുക്ക് നമ്മോട് തന്നെയുള്ള ബന്ധമാണ്. നീതി നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധമാണ്. ഭക്തി നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ കേൾക്കാൻ, ചെറുപ്പക്കാർ കേൾക്കാൻ ഞാൻ പറയാം ഒരു കാര്യം. അവന് സുബോധം വന്നിട്ട് എന്തോ ഇതെന്നാ വായിക്കുക പറഞ്ഞേ. അവൻ സുബോധം വന്നിട്ട് എന്തോ ഇതു അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ആ സുബോധമുള്ളവൻ്റെ ലക്ഷണം എന്തുവാ? മടങ്ങി വരവാ. എവിടേക്ക് മടങ്ങി വരണം മക്കളെ? ആ അപ്പനിലേക്ക് മടങ്ങി വരണം. 2 അർത്ഥമാണ്. ജനിപ്പിച്ച അപ്പനുമായിട്ടുള്ള സുതാര്യത. മൂക്കിന് താഴെയുള്ള വര കറുത്ത് കഴിഞ്ഞ പിന്നെ ഇവൻ അപ്പനുമായിട്ടൊരു ഇടപാടും ഇല്ലാത്ത ചില പിള്ളേരുണ്ട്. കണ്ണാടി എടുത്ത് വെച്ച് നോക്കുമ്പോൾ മൂക്കിന് താഴെയുള്ള വര ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. ചീപ്പും കൊണ്ട് ഇവൻ ചീപ്പി ഇതിനെ ഒരു പരുവത്തിലാകും. പിന്നെ ഇവൻ പിരിച്ചുകൊണ്ട് നടക്കുന്നു, തടവുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവൻ അപ്പനോട് പറയുന്നൊരു ഡയലോഗുണ്ട്: പപ്പ പപ്പയുടെ പണി നോക്കൂ പപ്പ. അല്ലെങ്കിൽ ഇത് കറുത്ത് കഴിയുമ്പോഴാണ് ആ ഡയലോഗ് വരുന്നത്, പപ്പയുടെ പണി നോക്കാൻ. മോനെ, ഈ മൂക്കിന് താഴെയുള്ള ഈ കറുത്ത രേഖ ഉണ്ടല്ലോ, ആ കറുത്ത രേഖ അവിടെ തെളിയുന്നതിന് മുൻപ് നീ പണ്ട് ചിരട്ടയും മണ്ണും കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മൂക്കിന് താഴെ വേറൊരു സാധനം ഇങ്ങനെ വന്ന് ഉറഞ്ഞു കൂടിയിരുന്നു. അതെന്തോന്നറിയാവോ? ഒരു ഇളം മഞ്ഞ നിറത്തിൽ ഇങ്ങനെ ഒഴുകി താഴോട്ട് വന്നപ്പോൾ നിനക്ക് അസഹ്യത തോന്നിയപ്പം നീ കൈകൊണ്ട് ഇങ്ങനെ തേച്ചു. അപ്പോൾ അതിവിടെ ഇങ്ങനെ അങ്ങ് വരച്ച വര പോലെ ആയി, കയ്യേലുമായി. മനസ്സിലായോ? അപ്പോഴാ അപ്പം കയറി വന്നത്. അപ്പം കയറി വന്ന് നിൻ്റെ ഈ പ്രകൃതം കണ്ടപ്പോഴേ, എൻ്റെ കുഞ്ഞ് ഇത് എന്നാ കോലവാടാന്നും പറഞ്ഞ് അദ്ദേഹം നിന്നെ പൊക്കി എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കും. ഈ തള്ളവിരലും ഈ ചൂണ്ടുവിരലും കൂടെ നിൻ്റെ ചുണ്ടോടടുപ്പിച്ച് ഒരു മൃദുസ്പർശം, നിനക്ക് നോവാതെ പതിയെ ഈ 2 വിരൽ നിന്റെ ചുണ്ടോടടുപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ചപ്പം ഈ കൊഴുത്ത ദ്രാവകം, അതിനെന്തോന്നാ പറയുന്നത്? എന്തോ ഒരു അത് തന്നെ. ഓക്കെ, അത് ഈ വിരലോട്ടിക്കൊണ്ട് കയറി അദ്ദേഹം അത് കുടഞ്ഞങ്ങോട്ട് കളഞ്ഞ് ബാക്കി കയ്യെ പറ്റിയത്, വിരളെ പറ്റിയത് തൻ്റെ ഉടുമുണ്ടിൽ തന്നെ തുടച്ച് നിന്റെ കവളത്ത് ഉമ്മ തന്ന് പൊക്കിയെടുത്തുകൊണ്ട് നടന്ന ഒരു ജീവിയുടെ പേരാണ് ഈ അപ്പനെന്ന് പറയുന്നത്. നിന്റെ മൂക്കിന് താഴെയുള്ള വര എത്ര കനത്താലും മറക്കരുത്. നിനക്ക് സുബോധമുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് നിന്റെ അപ്പനുമായിട്ടുള്ള രമ്യതയാണ്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? നീ നാട് നീളം നടന്ന് അതും ഇതുമെല്ലാം കഴിച്ചു കുടിച്ച് അങ്ങനെ നടക്കുമ്പോഴും അപ്പനോടും അമ്മയോടുമുള്ള പ്രതിബദ്ധതയില്ലാതെ, വീടുമായിട്ടുള്ള രമ്യതയില്ലാത്തവന് സുബോധമില്ലെന്ന് അതിൻ്റെ അർത്ഥം. യേശു എന്തിനാ ആ ഉപമ നമുക്ക് തരുന്നത്? സുബോധം വന്നപ്പോൾ വീട്ടിലേക്ക് മടങ്ങി വന്നു. സുബോധം വന്നപ്പോൾ അപ്പൻ്റെ അരികിലേക്ക് വന്നു. അപ്പൻ്റെ നെഞ്ചകത്തവൻ ചാരി നിൽക്കുന്നു. അതാണ് സുബോധം. വീടും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ സുതാര്യതയാ സുബോധം. നീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൻ്റെ സുതാര്യതയാ. ഭക്തി എന്നുള്ളത് ദൈവത്തോടുള്ള സുതാര്യതയാ. ഇത് 3ഉം കൂടെ ക്രമീകരിക്കുന്നവന് തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്ക് യോഗ്യതയുള്ളവരാകുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. മഹാപ്രത്യക്ഷത, മഹാപ്രത്യാശ, അത് സാധ്യമാകാൻ കർത്താവ് എത്രയും വേഗം വരും. കൊയറിപ്പോൾ മുൻപോട്ട് വരും. പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന മനോഹരമായൊരു ഗാനത്തിൻ്റെ വരികൾ ചേർന്ന് പാടും. യോഗത്തിൻ്റെ അവസാന ദിവസമല്ലേ, കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രത്യാശയോടെ നമുക്കൊന്ന് ആരാധിച്ച് മടങ്ങിപ്പോകുന്ന നല്ലതായിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും ദൈവസന്നിധിയിൽ. എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് പോകാനുള്ള സൗകര്യത്തിനല്ല. എനിക്കറിയാം സമയം 9:30 കാര്യം. 9 മണിക്ക് തീരുമെന്നും പറഞ്ഞാൽ നിങ്ങൾ വന്നതെന്നും എനിക്കറിയാം. പക്ഷേ ഇന്ന് രാത്രിയിൽ ഒരു 2 വരി പാട്ടുപാടുന്ന നേരം കൂടെ ഇവിടെ നിൽക്കണം. കൊയറന്ന് സജ്ജമാകുന്നത് വരെ എനിക്ക് പറയാനുള്ള ഒരു വാചകവും കൂടെ കേൾക്കണം. കർത്താവ് എത്രയും വേഗം പ്രത്യക്ഷനാകും. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, ശ്രദ്ധിച്ച് കേൾക്കണം, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര പേർക്കറിയാം ആ വാക്യം? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാമത് വാക്യം. താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വം
മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അങ്ങനെ അനുരൂപമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതാണ് മഹാപ്രത്യക്ഷതയിൽ സംഭവിക്കാൻ പോകുന്ന മഹാപ്രത്യാശ. പക്ഷെ ഒറ്റ ഉപദേശം നുറുക്ക് ഞാൻ അവസാനമായി ഫിറ്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക. യേശുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മൾ അനുരൂപമാകണമെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം ഈ ലോകത്തോട് നമ്മൾ അനുരൂപമാകരുത്. റോമാലേഖനം 12:2 അങ്ങനെ പറയുക, ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തോട് നമ്മൾ എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. അപ്പോൾ ഇങ്ങനെയാ 2 വാക്യങ്ങളെ ഒന്നിച്ച് യോജിപ്പിക്കണം. ഈ ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ കർത്താവ് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കി മാറ്റും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മഹാദൈവമാ നമ്മുടെ ദൈവം, മഹാരക്ഷയാ നമുക്ക് തന്ന രക്ഷ, മഹാപ്രത്യാശയാ നമ്മുടെ പ്രത്യാശ. കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കണം, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാകണം. കരങ്ങൾ ചേർത്തടിച്ച് പാട്ടിൻ്റെ വരികളെ ഒരുമിച്ച് ധ്യാനത്തോടെ പാടണം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടാൻ ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ കർത്താവിൻ്റെ രൂപത്തോട് നമ്മൾ അനുരൂപമാകും. ഇമ്പങ്ങളുടെ പർദീസയിൽ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഓൺലൈനുള്ളവരും ഞങ്ങളോടൊപ്പം ആരാധന സഹകരിക്കണം. നിങ്ങളായിരിക്കുന്ന ഇടത്ത് അല്പസമയം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കോ. ഈ വരികളെ ചേർന്ന് പാടിക്കോ. വീട്ടിലോ ഓഫീസിലോ യാത്രയിലോ കാറിലോ കവലയിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി അവിടെയും ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുന്ന നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി.